السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, നമ്മൾ നോമ്പും അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളും സംസാരിക്കാമെന്നാണ് വെള്ളിയാഴ്ച അനൗൺസ് ചെയ്തിരുന്നത്. ഇൻഷാ അല്ലാഹ് റമദാന് മുമ്പ് 2 ഞായറാഴ്ച കൂടി നമുക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ടും അതിനേക്കാൾ പ്രാധാന്യവും ഗൗരവവും പ്രത്യേകിച്ച് റമദാനിന് മുമ്പ് നമ്മൾ അടിമുടി റമദാനിനൊരുങ്ങുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മളെ നിസ്കാരത്തിൻ്റെ വിഷയമാണ്. റമദാൻ, അതിലെ നോമ്പ് എന്നത് നമുക്കറിയാം, നമ്മൾ കൊല്ലത്തിലൊരു മാസക്കാലം അനുഷ്ഠിക്കുന്ന മഹത്തായ ഇബാദത്താണ്. നോമ്പ് എന്ന ഇബാദത്ത് ചില്ലറയല്ല. പക്ഷെ അതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, എന്നവും ദിനം പ്രതി 5 നേരവും നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന, ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ രണ്ടാമതായി നോമ്പിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ച ഇബാദത്താണ് നിസ്കാരം. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും അതിന്റെ റുക്കുനും അതിന്റെ രൂപവും എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തിന്റെ ആത്മാവിനെ കുറിച്ച് നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ സുന്നത്ത് ശരിക്ക് ഫോളോ ചെയ്ത് കൃത്യമായി അതിന്റെ ഷർത്തും ഫർളും റുക്കുനും സുന്നത്തുകളും ഒന്നും വീഴ്ച വരുത്താതെ പ്രത്യക്ഷത്തിൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ അതിലല്ല കാര്യം. അതിലാണോ കാര്യം? യാന്ത്രികമായി പ്രത്യക്ഷമായി നമ്മൾ ചെയ്യുന്ന നിസ്കാരമല്ല കാര്യം. ഒരുപക്ഷെ നമ്മൾ വർഷങ്ങളായി റമദാനിലും അല്ലാത്തപ്പോഴും ഇങ്ങനെ നിസ്കരിച്ചാൽ, അങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും, നിസ്കാരം ഒരു വക്ത് പോലും നമ്മൾ പാഴാക്കാതിരിക്കുന്നുണ്ടാകും. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് നിസ്കാരത്തിന്റെ ആന്തരികമായ അവസ്ഥ, നിസ്കാരത്തിന്റെ ആത്മാവ്, അതിന്റെ ജീവൻ ആ നിസ്കാരത്തിലില്ലെങ്കിൽ എത്ര വർഷക്കാലം നമ്മൾ ഇങ്ങനെ കൃത്യമായി നിസ്കരിച്ചാലും ആ നിസ്കാരത്തിന്റെ ഉപകാരമോ പ്രതിഫലമോ നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് വലിയ ഗുരുതരമായ ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം ഗൗരവമുള്ള ഒരു ചിന്തയിലേക്കും മാറ്റത്തിലേക്കും നമ്മെ നയിക്കുന്ന ചില വായനകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കാമെന്ന് ഉദ്ദേശിച്ചു. വിശിഷ്യ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വായിച്ച് ഞാൻ അതിന്റെ സാമാന്യം അർത്ഥം വിശദീകരിക്കാം. അദ്ദേഹം പറയുന്നത്, നിസ്കരിക്കുമ്പോൾ ഒരു മുസ്ലിം അവൻ നിസ്കാരത്തിനോടുള്ള അവന്റെ ആദരവും, അതായത് നിസ്കാരത്തിന്റെ സ്ഥാനവും ദീനിൽ ആ ഇബാദത്തിനുള്ള ശ്രേഷ്ഠതയും അവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ആ നിസ്കാരം അവന്റെ നിത്യജീവിതത്തിൽ ഏറ്റവും മുഖ്യ വിഷയമാകണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകണം. ഒരുപക്ഷെ ഇത്രമേൽ നമ്മൾ ആവർത്തിക്കുന്ന ഒരു ഇബാദത്ത് വേറെയില്ല. വൽ ഉനുസു ബിമജീഇഹ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഓരോ വക്തും നിസ്കാരം വരുന്നത് അവൻ ആഗ്രഹിക്കണം, അവൻ മോഹിക്കണം, അവൻ കൊതിക്കണം. വദുഖൂൽ വക്തിഹ. നിസ്കാരത്തിന്റെ സമയം അവൻ പ്രതീക്ഷിച്ചിരിക്കണം, അവൻ കാത്തിരിക്കണം. വഹുസ്നു ഇഖ്ബാലിൻ അലല്ലാഹി സുബ്ഹാനഹു വ തആല ഫിഹ. അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അവൻ വളരെ ഭംഗിയോടെ, നല്ല മനസ്സോടെ, ശുദ്ധിയോടെ, വൃത്തിയോടെ അല്ലാഹുവിനെ അഭിമുഖീകരിക്കണം. وإذا دخل في الصلاة ووجد فيها راحته ونعيمه وقرة عينه وسرور قلبه. അങ്ങനെ നിസ്കാരത്തിലേക്ക് അവൻ പ്രവേശിച്ചു, ശുദ്ധിയോടെ വുളു എടുത്ത് വൃത്തിയോടെ അവൻ നിസ്കാരത്തിൽ പ്രവേശിച്ചു.
നിസ്കാരത്തിൽ അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിലായിരിക്കും അവന് സമാധാനം, ആ നിസ്കാരത്തിലായിരിക്കും അവന് ആശ്വാസം. ദുനിയാവിൽ മറ്റെന്ത് കാര്യത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ നിസ്കാരത്തിൽ അവൻ പ്രവേശിച്ചു, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അനുഭവിക്കുന്ന സമാധാനവും അനുഭൂതിയും സ്വസ്ഥതയും റാഹത്തും വേറൊരു പ്രവൃത്തിയിലും അവന് ലഭിക്കില്ല. ഇങ്ങനെ നിസ്കരിക്കണം, ഇങ്ങനെ ആയിരിക്കണം അവന്റെ നിസ്കാരം. നമ്മൾ ഇതിൽ ഓരോ വാചകങ്ങളും നമ്മുടെ നിസ്കാരമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. അങ്ങനെ ഒരു സ്വയം വിചാരം നടത്താനാണ് ഈ സംസാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിലായിരിക്കും അവന്റെ സമാധാനം, അതിലായിരിക്കും അവന്റെ സ്വസ്ഥത, ആ നിസ്കാരമായിരിക്കും അവന്റെ കൺകുളിർമ. അതിനേക്കാൾ സുഖമുള്ളൊരു കാഴ്ച, സുഖമുള്ളൊരു ആസ്വാദനം, മനസ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യം വേറൊന്നവനില്ല ദുനിയാവിൽ, ലോകത്തൊന്നിലുമില്ല. ഇങ്ങനെ ആയിരിക്കണം അവന്റെ നിസ്കാരം. ഇതാര് പഠിപ്പിച്ചതാണ്? ഇബ്നുൽ ഖയ്യിമിന്റെ വാക്കാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ സമയമായി കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ച് എന്താണ് പറയാറുണ്ടായിരുന്നത്? അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കൂ, അദാൻ കൊടുക്കൂ, ആശ്വാസം പകരൂ, റാഹത്ത് പകരൂ. ദുനിയാവിലെ തിരക്കുകളിൽ നിന്ന്, ദുനിയാവിലെ പ്രതിസന്ധികളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് സമാധാനവും ആശ്വാസവും അവർ കണ്ടെത്തിയിരുന്നത് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തിയ നിസ്കാരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ മാറാപ്പുകളിൽ നിന്ന് മാറി സ്വസ്ഥതയോടെ, റാഹത്തോടെ, സമാധാനത്തോടുകൂടി വിശ്രമിക്കാൻ, മനസ്സമാധാനം ആസ്വദിക്കാൻ, ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലും അതുപോലെ തന്നെ അവനെക്കുറിച്ചുള്ള ദിക്റിലും അവന്റെ മുമ്പിൽ അവനുമായി അഭിമുഖ സംഭാഷണം നടത്തുന്ന മുനാജാത്തിലും ആനന്ദം കണ്ടെത്താൻ അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് ആശ്വാസം പകരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റൊരു ഹദീസിൽ, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർമ നിസ്കാരത്തിലാക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിൽ ഏറ്റവും കൺകുളിർമയുള്ള കാര്യം നിസ്കാരത്തിലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമുക്ക് പറയാൻ സാധിക്കുമോ ഇങ്ങനെ? ഈ റസൂലുള്ള പഠിപ്പിച്ച നിസ്കാരമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ഇങ്ങനെ നിസ്കരിച്ചാലേ നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന നിസ്കാരമാവുള്ളൂ. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ, ഒരിക്കലെങ്കിലും റമളാനിലെങ്കിലും ഏതെങ്കിലും ഒരു നിസ്കാരം എന്റെ കൺകുളിർമയായ നിസ്കാരമെന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ആ നിസ്കാരമാണ് നിസ്കാരം. അങ്ങനെ നമ്മൾ നിസ്കരിച്ച നിസ്കാരമാണ് യഥാർത്ഥ നിസ്കാരം. നോക്കൂ, നമുക്ക് പലതും ദുനിയാവിൽ കൺകുളിർമയായിട്ടുണ്ടാകും. നമ്മുടെ മക്കൾ കൺകുളിർമയാണ്, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങൾക്ക് കൺകുളിർമ നീ പ്രദാനം ചെയ്യണമേ. ദുനിയാവിൽ നമുക്കേറെ കൺകുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന സംഗതിയാണ്, നിഅമത്താണ് സന്താനങ്ങളും കുടുംബവും. ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അപാരമാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് അവിടുത്തേക്ക് കൺകുളിർമയായി നിശ്ചയിക്കപ്പെട്ടത് നിസ്കാരമാണെന്ന് പറയുമ്പോൾ പലപ്പോഴും നിസ്കാരം നമ്മെ സംബന്ധിച്ചിടത്തോളം കൺകുളിർമയല്ല, നമുക്ക് ഭാരമായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്, പ്രയാസമായിട്ടാണ് തോന്നാറുള്ളത്. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ നിസ്കാരത്തെക്കുറിച്ച് എപ്പോഴും ഉണ്ടാകേണ്ടത്. ഫയദ്ഖുലു ഫീഹാ ബിഖൽബിൻ മുനീബിൻ ഖാദിഇൻ ഖാശിഇൻ ലഹു സുബ്ഹാനഹു വതആല. അവിടുന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ വിനയാന്വിതനായി അല്ലാഹുവിലേക്ക് താണ് കേണ് മടങ്ങുന്ന ഹൃദയത്തോടുകൂടി ഭയഭക്തിയോടെ പേടിച്ചു വിറക്കുന്നവനായി അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നിസ്കാരമായിരുന്നു അവിടുത്തെ നിസ്കാരം. വജമീഉ ഉമൂരി ദുനിയ വശവാഗിലുഹാ വഹുമൂമുഹാ വഗുമൂമുഹാ കുല്ലുഹാ തൻസാഹു അൻ. അങ്ങനെ നിസ്കരിക്കാൻ നിന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇപ്രകാരം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിന്റെ ഒരു ചിന്തയും ആ നിസ്കാരത്തിൽ ഉണ്ടാവില്ല. ഒരു വിഷമവുമില്ല, ഒരു പ്രതിസന്ധിയല്ല, ഒരു പരീക്ഷണവും പരീക്ഷണമല്ല, ഒരു ഉത്കണ്ഠയില്ല, ഒരാശങ്കയുമില്ല, ഒന്നും ഒരു പ്രയാസവും നമ്മെ അലട്ടുന്നില്ല. കാരണം നമ്മളേറെ സമാധാനമുള്ള രംഗത്താണുള്ളത്. നമ്മുടെ കൺകുളിർമയാണിത്, നമുക്ക് മനസ്സമാധാനമാണ്, നമ്മുടെ ആസ്വാദനമാണിത്. പിന്നെ ദുനിയാവിലൊരു ചിന്തയും ഒരു പ്രയാസവും
ഒരു വിഷമവും നമ്മെ അലട്ടുന്നില്ല, അതെല്ലാം നമ്മിൽ നിന്ന് അകലെയാകും. മുഖ്ബിലൻ അലാ സ്വലാത്തിഹി വഇബാദത്തി റബ്ബിഹി വമൗലാഹു മുത്മഇന്നൻ ഖാശിഅൻ, അല്ലാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനായ ഭയഭക്തിയോടുകൂടി അവൻ നിസ്കരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഫർഖുൻ ബൈന മൻ യുസല്ലി വഹുവ യുവാഫി ഫീ സ്വലാത്തിഹി الراحة وسرور القلب وقرة العين ونعيم البال وبين من يصلي وهو قلق ومتضجر ويريد الراحة والخلاص من هذه الصلاة. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ സമാധാനം ഉൾക്കൊണ്ട് ഹൃദയത്തിൽ സന്തോഷത്തോടുകൂടി കൺകുളിർമയായി ഏറ്റവും ആസ്വാദനത്തോടെ നിസ്കാരം ആസ്വദിച്ച് അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് നിസ്കരിക്കുന്നവന്റെ നിസ്കാരവും, എന്നാൽ അസ്വസ്ഥമായി തിരക്കിട്ട് ഒരു റാഹത്തും അനുഭവിക്കാതെ ഭാരമായി ചടങ്ങായി യാന്ത്രികമായി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലമുണ്ടാകും. നമ്മുടെ നിസ്കാരത്തിന്റെ ഇക്കാലത്തെ ഇതുവരെയുള്ള നമ്മുടെ ആയുസ്സിലെ നിസ്കാരത്തിന്റെ ഹിസ്റ്ററി ഒന്ന് നിങ്ങൾ എടുത്തും ചികഞ്ഞു നോക്കുക. ഈ പരിശുദ്ധ റമദാനിന് മുമ്പ് നമ്മൾ ഏറെ വിചാരണ ചെയ്യേണ്ടുന്ന നമ്മുടെ ഇബാദത്താണ് നിസ്കാരം. നിസ്കാരം നമ്മുടെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. റമദാനിലും മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കൂടുതലായി നിസ്കരിക്കുന്ന മാസമാണ് റമദാൻ. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ ഈ രണ്ടിലേത് തട്ടിലായിരിക്കും, ഈ രണ്ടിലേത് അവസ്ഥയിലായിരിക്കും? എന്നിട്ട് അദ്ദേഹം പറയണം, അൽ അവ്വൽ യഷ്തദ്ദു അലൈഹിൽ ഖുറൂജ് മിൻ സ്വലാത്തി. ആദ്യം പറഞ്ഞ വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ കൺകുളിർമയായി മനസ്സമാധാനത്തോടുകൂടി നിസ്കാരം ആശ്വാസമായി റാഹത്തായി കണ്ട മനുഷ്യൻ, നിസ്കാരം ആസ്വദിച്ച് നിസ്കരിക്കുന്ന മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പുറത്തു പോകാന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ കാര്യമായിരിക്കും. നിസ്കാരം അവസാനിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുകയില്ല. യഷ്തദ്ദു അലൈഹിൽ ഖുറൂജ് മിൻ സ്വലാത്തി, അവന്റെ നിസ്കാരത്തിൽ നിന്ന് പുറത്തു കിടക്കാന്നുള്ളത് അവൻ അസാധ്യമായിരിക്കും, അവന് പ്രയാസമായിരിക്കും. ഇദൻ തഹത്തി സ്വലാ ഇഷ്തദ്ദ അലൈഹിൽ അംർ, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പിരിഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിൽ പ്രയാസം ഉണ്ടാവും. പിന്നെയും നിസ്കാരത്തിലേക്ക് ഓടിയെത്താൻ അവൻ ആഗ്രഹിക്കും, അവൻ മോഹിക്കുക. അതാണ് പറഞ്ഞു, പൂതി വെച്ച് നടക്കും. നിസ്കാരത്തിന്റെ സമയമായോ എന്നാഗ്രഹിച്ച് നിസ്കാരം തേടി നടക്കും. നിസ്കാരത്തിന് സലാം വീട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിലേക്ക് അവൻ ഓടിയെത്തും. നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് അവന് പ്രയാസമാണ്. കാരണം നിസ്കാരമാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം. നിസ്കാരമാണ് അവന്റെ സമാധാനം, ആശ്വാസം, ആസ്വാദനം. അതുപോലെ തന്നെ കൺകുളിർമ, വറാഹത്തുബാൽ, അവൻ ഏറ്റവും നല്ല അവസ്ഥ അനുഭവിക്കുന്ന നിസ്കാരത്തിലാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവൻ പ്രയാസപ്പെടും. വയത്തമന്ന അൻ ലൗ താലത് ഐലൻ, അവസാനിപ്പിച്ച നിസ്കാരം കുറച്ചും കൂടി ദൈർഘ്യമുണ്ടായിരുന്നുവെങ്കിൽ. ഇത് ഇത്ര പെട്ടെന്ന് അവസാനിച്ചല്ലോ, ഇനിയും കുറച്ചു നേരം കൂടുതൽ സമയമെടുത്ത് നിസ്കരിച്ചിരുന്നുവെങ്കിൽ അവൻ മോഹിക്കും. എപ്പോഴാണ് സഹോദരങ്ങൾ നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളത്? നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് പെട്ടെന്ന് അവസാനിച്ചൂലേ, കുറച്ചു നേരം കൂടി നിസ്കരിക്കാമായിരുന്നു, ഇത് പോരാ, സലാം വീട്ടിട്ട് നിസ്കാരം പെട്ടെന്ന് അവസാനിച്ചല്ലോ എന്ന് പ്രയാസം മനസ്സിലാട്ടിയ എത്ര അവസ്ഥ, എത്ര സാഹചര്യം, എത്ര നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതായിരുന്നു റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ നിസ്കാരം. അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഏറ്റ പ്രഹരത്താൽ തുളച്ചു കയറിയ അമ്പ് അവരുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്നത് പോലും നിസ്കാരത്തിൽ അവർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ലാ ഹൗല വലാ ഖുവത. ഏതാണ് നിസ്കാരം? സഹോദരങ്ങളെ, എന്നാൽ മറ്റേയാൾ, രണ്ടാമത്തെ കക്ഷി, അവൻ നിസ്കാരം കഴിഞ്ഞാൽ ഫരിഹ ബിൽ ഖുറൂജ് മിന, തീർന്നു കിട്ടി, അവിടെ അവൻ ആശ്വാസം കൊള്ളും. തീർന്നല്ലോ, ഒരു ഭാരമിറക്കി വെച്ചതുപോലെ. ഇങ്ങനെയാണ് നമ്മളെ നിസ്കാരം? എങ്ങനെയാണ് നമ്മൾ നിസ്കരിച്ചത്? എന്താണ് നമ്മൾ നിസ്കാരം കൊണ്ട് നമ്മൾ നേടിയത്? വൽ ഖലാസു മിൻ ഹാദൽ ഹംലി സഖീൽ അല്ലദി അലാ കാഹിലി. ഇങ്ങനെ ചടങ്ങിന് നിസ്കരിക്കുന്നവൻ, ഹൃദയം തൊടാതെ, ഖൽബിൽ ആത്മാവില്ലാതെ, നിസ്കാരത്തിൽ ആസ്വാദനം കണ്ടെത്താതെ ഉപരിപ്ലവമായി നിസ്കരിച്ച് തീർത്തവൻ, ചടങ്ങിന് യാന്ത്രികമായി നിസ്കാരം ഒടുക്കിയവൻ, അവൻ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയിൽ നിന്ന് വലിയൊരു ഭാരമിറക്കിച്ച ആശ്വാസത്തിൽ പൊടിയും തട്ടി സലാം വിട്ടൊരു പോക്കാണ്. നിസ്കാരത്തിന് ശേഷം 3 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ വരെ അവന്റെ നാവ് ബന്ധമില്ല. സുന്നത്ത് നിസ്കാരം പിന്നെ ഏതായാലും ഇല്ല. ഫർള് അള്ളാഹിനോടുള്ള എന്തോ ബാധ്യത, അള്ളാഹ്ക്ക് അങ്ങോട്ട് ഔദാര്യം കാണിക്കുന്നത് പോലെ ചടങ്ങിന് നിസ്കാരം ചടപടേ എന്ന് തീർത്തെടിച്ചോടും. ഇങ്ങനെയാണ് നമ്മളെ നിസ്കാരം. ഇങ്ങനെയുള്ള നിസ്കാരം കൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല. നമ്മുടെ കാര്യപ്പെട്ട ഇബാദത്താകട്ടെ നിസ്കാരമാണ്. നമുക്ക് ആകെ പറയാനുള്ളത് 5 നേരം കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത്. നമ്മുടെ നിസ്കാരങ്ങൾ ഇങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ, എന്താണ് നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മൾ നേടുക?
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം പറയണം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തുടരുന്നു, വതബ്ഖ സ്വലാത മീസാനൻ യൗമിയൻ യസിനു ബിഹിൽ അബ്ദ് നഫ്സഹ്. ഒരാളുടെ ഈമാനികമായ അവസ്ഥ നമുക്ക് അല്ലാഹുവിനോടും അവന്റെ ദീനിനോടും നമ്മുടെ മുസ്ലിം എന്ന സ്വത്വബോധത്തോടും നമ്മുടെ ആത്മാവിനോടും റൂഹിനോടും എത്രത്തോളം പ്രതിബദ്ധതയുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ എത്രത്തോളം മെച്ചപ്പെട്ടവനാണ്. ദുനിയവിയായ ഒരു മാനദണ്ഡങ്ങളും ഇവിടെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ആഖിറത്തിൽ അതൊരു പരിഗണനയേ അല്ല. നിസ്കാരത്തിൽ അതൊരു മാനദണ്ഡമേ അല്ല. നിങ്ങൾ ആരാകട്ടെ ആരാകാതിരിക്കട്ടെ, നിങ്ങൾ ദുനിയാവിൽ എത്ര വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ കൈകെട്ടി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണോ, ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ അളക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്വയം നിങ്ങളെ സ്കാൻ ചെയ്യാനും സ്ക്രീൻ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിരൂപണം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. ഇതിലേത് അവസ്ഥയിലാണ് നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ ഡെയിലി പരിശോധിച്ചാൽ മതി. ആത്മവിചാരണയുടെ ഏറ്റവും മഹനീയമായ രൂപമാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. വഇദാ ഹദറ വഖ്ത സ്വലാ ലഹറ ലിൽ അബ്ദി മിൻ നഫ്സിഹി ഹാല ഖൽബിഹി. നിസ്കാരത്തിന്റെ ഓരോ നിസ്കാരത്തിന്റെയും വക്തായി കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ മാനസികാവസ്ഥ? ഈ പറഞ്ഞ ഏത് തട്ടിലാണ്? രണ്ട് കൂട്ടരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, രണ്ട് നിസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞു, രാവും പകലും വ്യത്യാസമുള്ള രണ്ട് നിസ്കാരക്കാർ. ഇവരിലേതു തട്ടിലാണ് നമ്മുടെ അവസ്ഥ? നിസ്കാരത്തിന്റെ ഓരോ സമയമാകുമ്പോഴും നമ്മുടെ കൽബിന്റെ അവസ്ഥ, മാനസികാവസ്ഥ നമ്മൾ തന്നെ, വേറെ ആരും ബോധിപ്പിക്കണ്ട, നമ്മൾ തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ, എന്താണ് നമ്മുടെ ഓരോ നിസ്കാരത്തിന്റെ വക്തിലെയും സമീപനം, മാനസികാവസ്ഥ. അവിടെ നമുക്ക് നമ്മെ, നമ്മുടെ ഈമാനികമായ അവസ്ഥയെ, നമ്മിലെ യഥാർത്ഥ മുസ്ലിമിനെ, മുഅ്മിനിനെ എന്ത് വരുവച്ചാലും ശരി അളക്കാൻ പറ്റും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിത്യസംഭവമാകുന്ന, ഏറ്റവും ആസ്വാദ്യകരമാകുന്ന ഇബാദത്താണ് നിസ്കാരം. ഇങ്ങനെ നിസ്കരിക്കാൻ, നിസ്കാരത്തെ സമീപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, പലപ്പോഴും ഇത് സാധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽവാബിൽ സ്വയ്ബ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇതിന്റെ വ്യത്യസ്ത തലങ്ങളെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അത്ഭുതം തോന്നുന്നു നമുക്ക്. ഇങ്ങനെയൊക്കെ നിസ്കാരത്തിലെ തലങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനും അതിലെ വീഴ്ചകൾ ഇങ്ങനെയൊക്കെ വിലയിരുത്താനും സാധിക്കുമോ എന്ന് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. അദ്ദേഹം പറയും, എന്തുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം ഇങ്ങനെ ജീവനുള്ള, ആത്മാവുള്ള നിസ്കാരമാകാത്തത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, അള്ളാഹു നിങ്ങളോട് നിസ്കാരത്തെ കൽപ്പിച്ചിരിക്കുന്നു. ഫഇദാ സ്വല്ലൈതും ഫലാ തൽതഫിതു. നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു കളയരുത്. നിസ്കാരത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയരുത്. ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫി സ്വലാത്തിഹി മാ ലം യൽതഫിത്. അല്ലാഹുവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ഒരടിമ, അവൻ നിസ്കാരത്തിൽ ഇങ്ങനെ നിസ്കരിക്കുന്നിടത്തോളം അള്ളാഹു അവൻ അഭിമുഖീകരിക്കും. അള്ളാഹുവിന്റെ മുഖം, വജ്ഹ് എന്ന പ്രയോഗം ഇവിടെയുണ്ട്. അള്ളാഹു അവന്റെ മഹത്വത്തിന് അനുഗുണമായ അവന്റെ മുഖം, നമുക്കറിയില്ല അതിന്റെ രഹസ്യം, പക്ഷെ അള്ളാഹുവിന് ഏറ്റവും മനോഹരമായ, ഏറ്റവും ഭംഗിയുള്ള, അവന്റെ മഹത്വത്തിന് അനുഗുണമായ മുഖമുണ്ട്. ആ മുഖം അള്ളാഹു നമ്മിലേക്ക് തിരിച്ചു വെക്കും. അള്ളാഹു നമ്മെ അഭിമുഖീകരിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ തികഞ്ഞ ഹൃദയത്തോടെ, ശരീരവും ഹൃദയം ഒരുപോലെ അള്ളാഹുവിലേക്ക് സമ്പൂർണമായ ഏകാഗ്രതയോടെ തിരിച്ചു വെക്കുന്ന ഒരാളെ നിസ്കാരത്തെ അള്ളാഹു അഭിമുഖീകരിക്കും. അള്ളാഹുവിന്റെ മുഖം കൊണ്ട് സ്വീകരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു കളയരുതെന്നാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു കളയാന്നുള്ളത് രണ്ട് രൂപത്തിൽ. ഒന്നാമത്തെ രൂപം ഇൽത്തിഫാത്തുൽ ഖൽബ്, ഹൃദയം നിസ്കാരത്തിൽ നിന്ന് തിരിച്ചു കളയാന്നുള്ളതാണ്. ഹൃദയം എങ്ങനെ തിരിച്ചു കളയാം? ഹൃദയത്തിൽ സാന്നിധ്യമില്ലാതിരിക്കുക, ഹൃദയ സാന്നിധ്യമില്ലാതിരിക്കുക, ശ്രദ്ധയില്ലാതിരിക്കുക, ഭയഭക്തി ഇല്ലാതിരിക്കുക, ഹൃദയത്തിൽ തൊടാതെ നിസ്കരിക്കുക, ചടങ്ങിന് നിസ്കരിക്കുക, ഭാരമായി നിസ്കരിക്കുക, അശ്രദ്ധമായി നിസ്കരിക്കുക, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുക. ഇതാണ് ഹൃദയം തിരിയുന്ന അവസ്ഥ. ഇതാണ് നിസ്കാരത്തിൽ തിരിഞ്ഞു കളയുന്ന ഒന്നാമത്തെ രൂപം. ഈ ഹൃദയം തെറ്റുമ്പോഴാണ് നമ്മുടെ നോട്ടം തെറ്റുന്നത്. ആവശ്യമില്ലാതെ നിസ്കാരത്തിൽ ചെരിയുന്നത്, ചായുന്നത്, തിരിയുന്നത് അല്ല. ചില ആളുകളുടെ നിസ്കാരത്തിൽ അനങ്ങാതെ നിസ്കരിക്കാൻ അവർക്ക് അറിയില്ല. ചില കുട്ടികൾ പ്രത്യേകിച്ച്
അവരവരെ മുടി ശരിയാക്കും, അവരുടെ വസ്ത്രം ശരിയാക്കും, വാച്ച് കെട്ടിയ വാച്ച് ശരിയാക്കും, തൊപ്പിയാണെങ്കിൽ തൊപ്പിയാവും, താടി നീണ്ടവരാണെങ്കിൽ താടിമ കളിക്കും. ഈ ശരീരത്തിൽ അംഗവിക്ഷേപങ്ങൾ നിസ്കാരത്തിൽ അടക്കി നിർത്താൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? ഹൃദയം അശ്രദ്ധമാകുന്നതുകൊണ്ടാണ്. ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കുന്നവർ അവരനങ്ങൂല. അത്യാവശ്യത്തിന് ചിലപ്പോൾ എന്തെങ്കിലും അനങ്ങേണ്ടി വരുമെന്നല്ലാതെ, ഞാൻ ഒരാളുടെ നിസ്കാരത്തിന്റെ നിത്യസ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. കൃത്യമായി ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്നവർ അവർ അനങ്ങാതെ അവരുടെ ശരീരവും അതുപോലെ തന്നെ അവരുടെ കാഴ്ച, നോട്ടം എവിടേക്കാണ്. പല ആളുകളും ചില ആളുകളുടെ നിസ്കാരം കാണുമ്പോൾ എന്തിനാണ് അവർ നിസ്കരിക്കുന്നത് തോന്നിപ്പോകും. നമുക്കറിയില്ല അവരുടെ നിസ്കാരത്തിന്റെ ആന്തരികമായ അവസ്ഥ. ചിലപ്പോൾ മസ്ജിദിന്റെ പിന്നിൽ വന്ന് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടാവും, ഒരു മറയുണ്ടാവില്ല. നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മറയോട് ഏറ്റവും അടുത്ത് നിസ്കരിക്കണം. മസ്ജിദിന്റെ നടുത്തളത്തിൽ വന്നിട്ട് അങ്ങ് കയ്യട്ടി നിസ്കരിക്കലല്ല, നിസ്കാരത്തിന്റെ അദബല്ല. മറയോട് ഏറ്റവും അടുത്ത് നിസ്കരിക്കണം. സുജൂദ് ചെയ്യുന്ന ഗ്യാപ്പ് മറക്കിടയിൽ സ്വീകരിച്ച് മറയോടടുത്ത് നമ്മൾ നിസ്കരിക്കണം. നിസ്കാരത്തിലെ ഖുശൂ ഉണ്ടാക്കാനുള്ള കാര്യം അതെല്ലാം നമ്മൾ മസ്ജിദിന്റെ നടുക്കാണെങ്കിൽ പോണവരും എന്നവരൊക്കെ നോക്കും. നിസ്കാരത്തിലെ ഖുശൂ നഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊന്നാണത് മറയില്ലാതെ നിസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെ നിസ്കരിക്കും, മസ്ജിദിന്റെ പിന്നിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടുവിലോ പോയി നിസ്കരിക്കും. എന്നിട്ട് പോണവരും എന്നവരൊക്കെ ഇങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കും, കുറുക്കൻ നോക്കുന്ന പോലെ. ഹദീസിൽ വന്നതാണ് കുറുക്കന്റെ നോട്ടം, കാക്ക ഇറച്ചി കൊത്തി വലിക്കുന്ന പോലെയുള്ള പെട്ടെന്ന് സുജൂദ്, പിന്നെ റുക്ക്, ഒരു അവധാനതയുമില്ലാത്ത തിടുക്കം കൂട്ടിയുള്ള നിസ്കാരം. ഇതൊക്കെ റസൂലുള്ള ഹദീസിൽ വിലക്കിയിട്ടുള്ള നിസ്കാരത്തിന്റെ മൃഗങ്ങളോട് ജീവികളോട് ഉപമിച്ച രൂപമാണ്. അപ്പൊ നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോട്ടം ശ്രദ്ധ പതിപ്പിക്കണം. കാഴ്ച തെറ്റാൻ പാടില്ല, അവയവങ്ങൾ അനാവശ്യമായി ചലിക്കാൻ പാടില്ല, ഹൃദയം ഏകാഗ്രമാകണം. ഹൃദയം അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നോട്ടവും നമ്മുടെ ചലനവുമെല്ലാം വ്യതിചലിക്കും. ഇങ്ങനെ രണ്ട് രൂപത്തിലുള്ള തിരിഞ്ഞുകളയലിന്റെ നിസ്കാരം. ഒന്ന് കൽബിന്റെ അശ്രദ്ധയാണ്, രണ്ട് ശരീരത്തിന്റെ അല്ലെങ്കിൽ നോട്ടത്തിന്റെ അശ്രദ്ധയാണ്, തിരിഞ്ഞുകളയലാണ്. ഇത് രണ്ടും പാടില്ല. അതാണ് ഈ ഹദീസിൽ വിലക്കിയത്. ഫഇദാ സ്വല്ലൈതും ഫലാ തൽതഫിതു, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോട്ടവും ചലനവും നിങ്ങളുടെ ഹൃദയവും അള്ളാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏകാഗ്രമായി നിങ്ങൾ നിസ്കരിക്കുക. അങ്ങനെയെങ്കിൽ അള്ളാഹു നമ്മുടെ നിസ്കാരത്തെ അഭിമുഖീകരിക്കും. അവന്റെ മുഖം കൊണ്ട് അവൻ നമ്മെ അഭിമുഖീകരിക്കും, നമ്മുടെ നിസ്കാരം സ്വീകരിക്കും. ഇല്ലെങ്കിലോ വേറെ ചില ഹദീസുകൾ കാണാം, അള്ളാഹു നിങ്ങളിൽ നിന്ന് തിരിഞ്ഞോടി. അള്ളാഹു നമ്മുടെ നിസ്കാരം പരിഗണിക്കില്ല. നിസ്കരിക്കുന്നുണ്ട്, അതല്ലേ നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമെന്നാണ്, നിസ്കരിക്കാത്തവർക്ക് ഏതായാലും നാശമാണ്. മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുന്നത് ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്നാൽ ഇസ്ലാമിനകത്തുള്ള നിസ്കാരക്കാർക്ക് നാശമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, എങ്ങനെയുള്ള നിസ്കാരക്കാർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിന്റെ ലക്ഷ്യം സാർത്ഥകമാകാത്ത ഖൽബ് കൊണ്ട് നിസ്കരിക്കാത്തവർ, നിസ്കാരത്തിൽ നിന്ന് ഹൃദയം അശ്രദ്ധമാകുന്നവർ. അല്ലദീന ഹും യുറാഊൻ, മറിച്ച് അവർ നിസ്കരിക്കുന്നുണ്ട്. എന്തിനാ നിസ്കാരം? ആളുകളെ കാണിക്കാൻ വേണ്ടി, ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി, അള്ളാഹിനെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. അല്ലദീന ഹും യുറാഊൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിസ്കാരമാകരുത് നമ്മുടെ നിസ്കാരം. ഇത്തരത്തിലുള്ള നിസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താനു മിൻ സ്വലാത്തിൽ അബ്ദ്, ഒരടിമയുടെ നിസ്കാരത്തിൽ നിന്ന് ശൈത്താൻ കവരുന്ന, ശൈത്താൻ മോഷ്ടിച്ചെടുക്കുന്ന നിസ്കാരങ്ങളാണ് ഇതൊക്കെ. ശ്രദ്ധയില്ലാത്ത നിസ്കാരം, കൽബും നോട്ടവും ചലനവും വ്യതിചലിക്കുന്ന നിസ്കാരം. ഇങ്ങനെ നമ്മൾ അനങ്ങാതെ അടങ്ങാതെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാതെ അവിടേക്കൊക്കെ നോക്കി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ആ നിസ്കാരം എന്ത് നിസ്കാരമാണ്? ശൈത്താൻ കട്ടെടുക്കുന്ന നിസ്കാരമാണ്. അതിന്റെ വിഹിതം ശൈത്താന് പോകുന്നതാണ്. ശൈത്താൻ കവർന്നെടുക്കുന്ന നിസ്കാരം. ആ നിസ്കാരം അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്ന നിസ്കാരാവില്ല. വൽഇയാദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മനോഹരമായൊരു ഉദാഹരണം പറയണം. ഇങ്ങനെ നിസ്കാരത്തിൽ ഹൃദയവും നോട്ടവും ചലനവും ഒക്കെ വ്യതിചലിക്കുന്ന ആളുകൾ, ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്ന ആളുകൾ, അവരുടെ ഉപമ വേണമെങ്കിൽ ഒരു ലോകം അംഗീകരിക്കുന്ന ഒരു വലിയ ഭരണാധികാരി, ഒരു രാജാവ്. ആ രാജാവ് ഒരാളെ അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തി, ക്ഷണിച്ചു. രാജാവിന്റെ മുമ്പിൽ അയാൾ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ നിൽക്കുകയാണ്, സാധാരണക്കാരനായ മനുഷ്യൻ. രാജാവ് അയാൾ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ നേർക്ക് മുഖം തിരിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ്, സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഈ മനുഷ്യൻ രാജാവിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. അയാൾ വലത്തോട്ടും ഇടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അശ്രദ്ധമായി നോക്കുകയാണ്. രാജാവ് സംസാരിക്കുന്നു, അയാൾ അഭിസംബോധന ചെയ്തു. രാജാവ് വിളിച്ചു വരുത്തിയതാണ്, രാജാവിന്റെ കൽപ്പന പ്രകാരം എത്തിയതാണ്, ആജ്ഞപ്രകാരം. രാജാവ് സംസാരിക്കുമ്പോൾ അവന്റെ ശരീരവും കാഴ്ചയും നോട്ടൊക്കെ അശ്രദ്ധയിലാണ്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ ഹൃദയം അശ്രദ്ധയാണ്. രാജാവ് സംസാരിക്കുന്നവന് മനസ്സിലാവണില്ല.
അയാൾ ഹൃദയ സാന്നിധ്യത്തിലല്ല. എന്താണ് ഈ രാജാവിനെ കുറിച്ചും ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയാം? ഏറ്റവും ചുരുങ്ങിയത് ആ രാജാവ് അയാളോട് ദേഷ്യപ്പെടുമെങ്കിലും ചെയ്യില്ലേ? രാജാതിരാജനായ റബ്ബിന്റെ കൽപ്പനയാണ് 5 നേരത്തെ നിസ്കാരം. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 2ാമത്തേതാണ് നിസ്കാരം. ഒരടിമയും റബ്ബും തമ്മിലുള്ള മുനാജാത്താണ് നിസ്കാരം. അള്ളാഹുവിനോട് ഒരടിമ അവൻ ഏറ്റവും അടുക്കാൻ സാധിക്കുന്ന മഹത്തായ ഇബാദത്താണ് നിസ്കാരം. 5 നേരവും വിജയത്തിലേക്ക് വരൂ എന്നല്ലാഹു ബാങ്കൊലികളിലൂടെ നമ്മെ വിളിക്കുന്ന വിളിയാളത്തിന് ഉത്തരമാണ് നിസ്കാരം. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കാൻ സാധിക്കുന്ന, അവന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന മഹത്തായ ഇബാദത്താണ് നിസ്കാരം. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് 5 നേരവും അവന്റെ വിളിക്കുത്തരം ചെയ്ത് അവന്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി കൈകട്ടി നിൽക്കുമ്പോൾ, അള്ളാഹു നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ കൽബ് കൊണ്ടും നോട്ടം കൊണ്ടും ചലനം കൊണ്ടും അള്ളാഹുവിൽ തെറ്റിക്കളയുന്ന നമ്മുടെ നിസ്കാരത്തെ അള്ളാഹു എങ്ങനെ വീക്ഷിക്കും? രാജനായ റബ്ബിന്റെ മഹത്വത്തിനും വലുപ്പത്തിനും ഔന്നത്യത്തിനും അത് യോജിക്കുന്നതാണ്. എന്തൊരു ധിക്കാരമാണത്! എന്തൊരു അവഗണനയാണത്! എങ്ങനെയാണ് നിസ്കാരം സ്വീകാര്യോഗ്യമാകുക? സൃഷ്ടികൾക്കിടയിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, സൃഷ്ടികളോട് ഒരു നിലക്കും ഉപമിക്കാൻ പറ്റാത്ത മഹോന്നതനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ചടങ്ങ് തീർക്കാൻ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരത്തിന് എന്ത് വിലയാണുള്ളത്? സഹോദരങ്ങൾ, ഞാൻ നിങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ നിസ്കാരത്തെ വിലയിരുത്തണം. കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ചെറുപ്പത്തിലെ അള്ളാന്റെ മുമ്പിൽ അടങ്ങി നിൽക്കാൻ, കൈകെട്ടിക്കഴിഞ്ഞാൽ അനങ്ങാതെ നിൽക്കാൻ, ശ്രദ്ധയോടെ കൽബും കണ്ണും കാതും ഹൃദയവും ശരീരം മുഴുവൻ അള്ളാഹുവിൽ അടക്കി നിർത്താൻ നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ച വലുപ്പത്തിൽ നിസ്കാരം നമുക്ക് ഈ പറഞ്ഞ കൺകുളിർമയാകും, ആനന്ദമാകും. നിസ്കാരം ചടങ്ങ് തീർക്കാനല്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഹാദൽ മുസല്ലി ലാ യസ്തവി വൽ ഹാദിറുൽ ഖൽബ് അൽ മുഖ്ബിലു അലല്ലാഹി തആല ഫീ സ്വലാത്തി. എന്നാൽ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടി മനം നിറഞ്ഞ് കൽബ് തൊട്ട് അള്ളാഹിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്ന, അള്ളാഹുവിനെ കാണുന്നു, അവൻ എന്നിലേക്ക് മുഖം തിരിച്ചു വച്ചിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി നിസ്കരിക്കുന്നവൻ, അല്ലദീ ഖദ് അശ്അറ ഖൽബഹു അളമത മൻ ഹുവ വാഖിഫുൻ ബൈന യദൈ, അവൻ നിസ്കരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഞാൻ ആരുടെ മുമ്പിലാണ് ഈ നിൽക്കുന്നത്, ഞാൻ നിൽക്കുന്ന റബ്ബിന്റെ വലുപ്പം എത്രയാണ്, അവന്റെ മഹത്വം എത്രയാണ് എന്നവന്റെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് അവൻ നിസ്കരിക്കുക. ഫംതല ഖൽബഹു മിൻ ഹൈബതി, അല്ലാഹുവിന്റെ ഗാംഭീര്യം കൊണ്ട് അവന്റെ ഹൃദയം നിറഞ്ഞു കവിയും, നിറഞ്ഞു തുളുമ്പും. വദല്ലത് ഉനുഖഹു ലഹു, അവന്റെ ശിരസ് നമ്രശിരസ്കനായി അവൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോട്ടം പതിപ്പിക്കും. റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, വിനയാന്വിതനായി അനങ്ങൂല അവൻ. അവന്റെ ശിരസ് താഴേക്ക് തന്നെ, സുജൂദിന്റെ സ്ഥാനത്തേക്ക് ശിരസ്കനായിരിക്കും അവർ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കൂല, നോക്കൂല. വസ്തഹ്യാ മിൻ റബ്ബിഹി തആല യുഖ്ബില അലാ ഗൈരിഹി, അല്ലാഹുവിൽ നിന്ന്, തന്നെ അഭിമുഖീകരിക്കുന്ന റബ്ബിൽ നിന്ന് ഹൃദയമോ നോട്ടമോ ശരീരമോ തെറ്റിക്കാൻ അവൻ ലജ്ജിക്കും. കാരണം റബ്ബിന്റെ മഹത്വം കൽബിൽ നിറഞ്ഞിട്ട് അവന്റെ മുമ്പിലാണ് നിൽക്കുന്ന ബോധത്തിലാണ് നിസ്കാരം. റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഹൃദയം പോലും തെറ്റാൻ അവൻ ലജ്ജിക്കും. അവൻ തിരിഞ്ഞു കളയാൻ അവൻ ലജ്ജിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇങ്ങനെ നിസ്കരിക്കുന്നവനും അശ്രദ്ധമായി നിസ്കരിക്കുന്നവനും ഇവർക്കിടയിലുള്ള വ്യത്യാസം ഉപമ എന്ന് പറഞ്ഞാൽ, മഹാനായ സലഫുകൾപ്പെട്ട ഹസ്സാൻ ഇബ്നു അത്തിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് ഇബ്നുൽ ഖയ്യിം കോട്ടിയാണ്, ഇന്ന റജുലൈനി ലയകൂനാനി ഫി സ്വലാത്തിൽ വാഹിദ, ഒരേ നിസ്കാരം, ഒരേ സഫ്, ഒരേ മസ്ജിദ്, അടുത്തടുത്ത് നിൽക്കുന്ന 2 വ്യക്തികളുടെ നിസ്കാരം. ഒരാളുടെ നിസ്കാരം ഞാൻ അവസാനം പറഞ്ഞ ഖുശൂഅോടുകൂടി അള്ളാഹുവിന് ഹൃദയം തെറ്റുന്നത് പോലും ലജ്ജിക്കുന്നവൻ, അങ്ങനെയാണ് ഒരാളുടെ നിസ്കാരം. മറ്റേയാൾ യാന്ത്രികമായി ചടങ്ങിന് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന, കേവലം പുറമേക്ക് പ്രകടമാകുന്ന നിസ്കാരം, ഉപരിപ്ലവമായ നിസ്കാരം. ഈ 2 വ്യക്തികളുടെ നിസ്കാരം തമ്മിലുള്ള അകലം, അവരുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം തമ്മിലുള്ള അകലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമാ ബൈന സ്സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള അകലമുണ്ടാകും. ഒരേ സഫിൽ, ഒരേ മസ്ജിദിൽ, ഒരേ റബ്ബിനെ അഭിമുഖീകരിച്ച് അടുത്തടുത്ത് നിൽക്കുന്ന 2 വ്യക്തികളുടെ നിസ്കാരം തമ്മിൽ ഇങ്ങനെ അകലുണ്ടാവുന്നതാണ്. മുൻഗാമികൾ ഇങ്ങനെയാണ് അവരുടെ നിസ്കാരത്തെ വിലയിരുത്തുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്നാമത്തെ ആൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞവൻ, മറ്റേയാൾ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധയിലായി നിസ്കരിക്കുന്നു. ഇതാണ് അവർ 2 തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, നമ്മൾ ദുനിയാവിൽ ഏതെങ്കിലും ശ്രേഷ്ഠനായ വ്യക്തി, അതല്ലെങ്കിൽ
നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ, നമ്മുടെ കുടുംബക്കാരാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, അവരെ കാണാൻ വേണ്ടി, അവരെ അഭിമുഖീകരിക്കാൻ വേണ്ടി, അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയാൽ തന്നെ പല മറകളും നമുക്ക് അവർക്കിടയിൽ ഉണ്ടാവും. മറകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചുരുങ്ങിയത് ഒരു വീട്ടിലാണെങ്കിൽ വീടിന്റെ ഡോർ ഒരു മറയാണ്. ആ ഒരു വീടിനകത്തെ വരെ ബെഡ്റൂമിലാണെങ്കിൽ അതിന് മറയുണ്ടാകും. അതല്ലാതെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇടിച്ചു കയറി കാണാൻ ദുനിയാവിൽ തന്നെ നമുക്ക് സാധിക്കൂല. നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ അല്ലേ? ആളുകൾ പല മറകളാൽ മറക്കപ്പെട്ടവരാണ്. ആ മറകൾ ഓരോന്നും അവരോടുള്ള അടുപ്പമനുസരിച്ച് പതുക്കെ വകഞ്ഞു മാറ്റിയിട്ടാണ് അവരുമായി നമ്മൾ അഭിമുഖമായി സംഭാഷണം നടത്തുക. ആണോ അല്ലേ? ആണ്. ഒരു സൃഷ്ടിയോടും ഉപമിക്കാൻ സാധിക്കാത്ത, ഒരു പടപ്പിനെ പോലുമല്ലാത്ത രാജാതിരാജനായ മഹോന്നതനായ റബ്ബിനോട് അടുക്കാനും ചില മറകളുണ്ട്. നമുക്ക് നേരെ അങ്ങ് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കില്ല. ഈ പറഞ്ഞതിനർത്ഥം അള്ളാഹുലേക്ക് അടുക്കാൻ ഇവിടുത്തെ നമ്മളെ പുരോഹിതന്മാർ പറയുന്ന പോലെ നമുക്ക് നേരിട്ട് അടുക്കാൻ അവകാശമില്ല. അതുകൊണ്ട് സ്വാലിഹ്യങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ നമ്മളെ ഇടയിൽ വെക്കുക പറഞ്ഞതല്ല. അതിനുവേണ്ടിയല്ല നമ്മൾ ഈ പറഞ്ഞത്. മറിച്ച് അള്ളാഹുലേക്ക് നേർക്കുന്നതിന് നമുക്ക് അടുക്കാൻ സാധിക്കും. സൃഷ്ടികളോട് നമുക്ക് അടുക്കാൻ സാധിക്കും. പക്ഷേ പല പ്രതിബന്ധങ്ങളും, പലരുടെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കില്ലേ? പല മറകളുണ്ടാവും. ഈ മറകൾ ഭേദിച്ചാൽ അടുപ്പം സാധ്യമാകുകയില്ല. സാധ്യമാകും. ഇതുപോലെ റബ്ബിലേക്ക് നമുക്ക് അടുക്കാൻ, വിശിഷ്യ നിസ്കാരമാണ് റബ്ബിനോട് അടുക്കാൻ ഏറ്റവും നമ്മെ സഹായിക്കുന്ന കാര്യം. ഒരു മനുഷ്യൻ ഏറ്റവും അള്ളാഹുവിനോട് അടുക്കുന്ന നിസ്കാരത്തിലെ സുജൂദിലാണ്. അള്ളാഹുവിന് നമുക്കുമിടയിൽ ഇങ്ങനെ അകലം സൃഷ്ടിക്കുന്ന മറകളാണ് അശ്ശഹവാത്ത്, നമ്മുടെ ദേഹേച്ഛകൾ, ദുനിയാവിനോടുള്ള നമ്മുടെ മോഹം, നശിക്കുന്ന ഐഹികതയോടുള്ള നമ്മുടെ അഭിനിവേശം, അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകൾ, വസ്വാസുകൾ, ശൈത്താനിട്ട് തരുന്ന ആശയക്കുഴപ്പങ്ങൾ, ദുർബോധനങ്ങൾ, നമ്മൾ വായിച്ചതും കണ്ടതും കേട്ടതും എത്രയാണ് നമ്മൾ അനിസ്ലാമികമായി കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത് ദിനംപ്രതി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും വാർത്തകളിലും. എത്രയാണ് നമ്മുടെ കണ്ണും കൽബും കാതും അടക്കാവുന്നത്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും നമ്മുടെ കൽബിലാണ് റിഫ്ലക്ട് ചെയ്യുക. നമ്മുടെ കൽബിലാണ് അത് പുഴുക്കൂത്തുണ്ടാക്കുക. ഇതെല്ലാം അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ മറയിടും. ഈ ഷഹ്വാത്തുകളും വസ്വാസുകളും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും, നമ്മുടെ ഹൃദയത്തിൽ അത് നിറയും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള അടുപ്പവും അതുപോലെ തന്നെ സാമീപ്യവും നമുക്ക് നഷ്ടപ്പെടും. വിശിഷ്യ ഇതിനെ വഷളാക്കുന്നത് ആരാണ്? സാക്ഷാൽ ശൈത്താനാണ്. ശൈത്താൻ ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി കൃത്യമായി നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവനാണെങ്കിൽ ശൈത്താൻ അവനെ അടങ്ങാറാക്കുന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ശൈത്താൻ ഏറ്റവും വെറുപ്പും വിദ്വേഷവും അസൂയയും മക്റും അതുപോലെ തന്നെ കുതന്ത്രവും മെനയുക ഈ നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. എങ്ങനെങ്കിലും അവനെ നിസ്കരിക്കാതിരിക്കാൻ നോക്കും. ഒരാൾ നിസ്കാരത്തിൽ കണിശത പുലർത്താൻ ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് അവനെ പിന്തിപ്പിക്കും. വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ വീട്ടിൽ നിസ്കരിക്കുന്നവൻ ആ ജമാഅത്ത് പൂർണ്ണമായി ഒഴിവാക്കും. പിന്നെ വീട്ടിൽ നിസ്കാരം ഒഴിവാക്കും. പിന്നെ പതുക്കെ പതുക്കെ നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് അവനെത്തും. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഈ പരിസരത്ത് ഇവിടെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര മുസ്ലിം വീടുകളുണ്ട്? നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ, ഒന്ന് വിലയിരുത്തി നോക്കൂ. എത്ര വീടുകളിൽ കൃത്യമായി ഉമ്മയും ഉപ്പയും മക്കളും മുസ്ലിമീങ്ങൾ കൃത്യമായി 5 നേരവും നിസ്കരിക്കുന്ന എത്ര വീടുകളുണ്ടാവും? എത്രയോ കാലങ്ങളായി സുബഹി നിസ്കരിക്കാത്ത മുസ്ലിം ഉമ്മത്തിലെ മക്കൾ, പ്രായപൂർത്തിയായവർ, മുതിർന്നവർ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ എന്ത് ശ്രദ്ധയാണുള്ളത്? ശൈത്താൻ അവരെ കൊണ്ടുപോയി ചാടിച്ചു. നിസ്കാരം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ് പലരും. ഇനി ഒരാൾ നിസ്കരിക്കാൻ നിന്നാലോ? കൃത്യമായി നിസ്കാരം പാലിക്കുന്ന ആളാണ്, 5 നേരവും മസ്ജിദിലെത്തി നിസ്കരിക്കുന്നവനാണ്. നിസ്കാരം ഒഴിവാക്കാൻ അവനെ പ്രേരിപ്പിക്കാൻ ശൈത്താൻ അശക്തനായി. ഈ അടിമ, അള്ളാഹുവിന്റെ അടിമ, അത് വകഞ്ഞു മാറ്റി ശൈത്താന്റെ ആ ബാരിക്കേഡ് ചാടിക്കടന്നു. ഇനി ശൈത്താൻ എടുക്കുന്ന പണി എന്താണ്? അതാണ് പലപ്പോഴും നിസ്കരിക്കുന്ന ആളുകളെ ബാധിക്കുന്നത്. അവിടേക്കാണ് നമ്മൾ എത്തുന്നത്. അവൻ നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നു. അഖ്ബല അദുവല്ലാഹി തആല ഹത്താ യഖ്തുറ ബൈനഹു ബൈന നഫ്സി. വരും ശൈത്താൻ, അല്ലെ? നിസ്കാരത്തിന്റെ സൊഫിൽ നമ്മൾ സൊഫ് കെട്ടുമ്പോൾ പരസ്പരം 2 ആളുകൾ തമ്മിൽ കാല് കാലോട് ചേർത്ത് തോളോടുരുമി നിൽക്കണം എന്നാണ്. സഹാബത്ത് അങ്ങനെയാണ് നിസ്കരിച്ചത്. സൊഫ് കെട്ടിയത് അങ്ങനെയാണ്. 2 ആളുകൾക്കിടയിൽ അകലുണ്ടാവാൻ പാടില്ല, ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. നിസ്കാരത്തിൽ സൊഫ്, മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പവും ഐക്യവും സൊഫിൽ കാണണം. കാലുകൾ അടുപ്പിച്ച് തോളുരുമ്മി ആ നിൽക്കുന്ന നൃത്തം, ആ സൊഫിന്റെ ആ ഭംഗി എത്ര മനോഹരമാണ്. ഹൃദയങ്ങൾ തമ്മിൽ അടുക്കാനുള്ള മഹത്തായ മന്ത്രമാണത്. ഇതുപോലും മുസ്ലിം ഉമ്മത്ത് നിസ്കാരത്തിൽ പാലിക്കുന്നില്ല. മസ്ജിദുകൾ ഇതുപോലും പഠിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആളുകൾ ആ വിഷയത്തിൽ വരെ അശ്രദ്ധരാണ്. കാലൊന്ന് അടുപ്പിച്ചു വെച്ചാൽ
അടുത്തുള്ള സഹോദരന്റെ കാല് തന്റെ കാലും ഒന്ന് സ്പർശിച്ചാൽ അലർജിയാണ് പലർക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ സഫിൽ അകലം ഉണ്ടാക്കിയാൽ അവിടെ ശൈത്താൻ പ്രവേശിക്കുമെന്നാണ്. ഖിൻസബ് എന്നു പേരുള്ള ശൈത്താൻ അവിടെ നിസ്കാരത്തിൽ വസ്വാസിലാക്കാൻ, ശല്യം ചെയ്യാൻ വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ശൈത്താൻ നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു സന്നിധിയിലെത്തും, നിസ്കാരത്തിൽ വസ്വാസം ഉണ്ടാക്കാൻ അവർക്കിടയിൽ പ്രവേശിക്കും. തനിക്കും തന്റെ റബ്ബിനുമിടയിൽ മറയിടാൻ അവൻ ശ്രമിക്കും. എങ്ങനെ ശ്രമിക്കുക? അദ്ദേഹം മനോഹരമായി വിശദീകരിക്കുന്നു. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവന് ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളും നിസ്കാരത്തിൽ ഓർക്കും, ഓർമ്മയിലിട്ട് കൊടുക്കും. ഹത്താ റുബ്ബമാ കാന ഖദ് നസിയ ശൈഉൽ ഹാജ, ഒരു കാര്യം അവൻ ആവശ്യമുള്ള അത്യാവശ്യമായ കാര്യമായിരുന്നു, കാലങ്ങളായിട്ട് അവൻ മറന്നിട്ടുണ്ടാവും. വൈസ മിൻഹ, എന്താണ് ആ കാര്യം, എന്താണ് നഷ്ടപ്പെട്ട കാര്യം, അങ്ങനെ നിരാശയിലായിരിക്കും. ആ നിസ്കാരത്തിൽ ശൈത്താൻ അത് ഓർമ്മിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ എത്ര കാലമായിട്ട് ഞാൻ മറന്നുപോയ കാര്യമായിരുന്നു, ഓർമ്മ വന്നു എന്നുള്ള ആഹ്ലാദത്തിലായിരിക്കും നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മെ ദുഃഖിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മൾ നിസ്കാരം കൊണ്ടുപോയി, നേരത്തെ പറഞ്ഞ പോലെ ശൈത്താൻ കവർന്ന നിസ്കാരമാണത്. ശൈത്താൻ ആ ഓർമ്മ ഇട്ട് വരുന്ന നമ്മളെ നിസ്കാരം നശിപ്പിക്കാനാണ്. നിസ്കാരം ശൈത്താൻ മോഷ്ടിച്ചു കഴിഞ്ഞു, അള്ളാഹുവിന്റെ അടുത്ത് അതിന് വിഹിതം ഉണ്ടാവില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫയദക്കിറുഹു ഇയ്യാഹാ ഫി സ്വലാ, ആ നിസ്കാരത്തിൽ ശൈത്താൻ നമ്മളെ ഓർമ്മിപ്പിക്കും. നമ്മുടെ ഖൽബ് അതിൽ ശുഗലാകും. അള്ളാഹുവിലേക്കുള്ള ശ്രദ്ധ, മുന്നിടൽ, ഹൃദയ സാന്നിധ്യം, നിസ്കാരത്തിൽ നിന്ന് ഖുശൂ നഷ്ടപ്പെടും. അങ്ങനെ നിസ്കാരം ഖൽബില്ലാതെ നിസ്കരിച്ചവനായ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പോകും. പിന്നെ സലാം വീട്ടി കഴിഞ്ഞവന് ആ കാര്യത്തിന്റെ പിന്നാലെ ഓടാനും പായാനാണ് സമയം. പിന്നെ ദിക്ർ ചൊല്ലാൻ സമയമുണ്ടോ? സുന്നത്ത് നിസ്കരിക്കാൻ സമയമുണ്ടോ? പൊടി തട്ടി ഓടലാണ്. പിന്നെ അടുത്ത നിസ്കാരം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഓർക്കാനായിരിക്കും അവന്റെ ശ്രദ്ധ. നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയില്ല. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കാണാം. ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്, ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്, അനേകം ഇബാദത്തുകൾ, ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി ആവർത്തിച്ചു പറഞ്ഞ മറുപടി ഒരേ സ്വരത്തിലാണ്, അക്സറുഹും ലില്ലാഹി ദിക്റ. നിങ്ങളുടെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, എന്ത് ഇബാദത്താകട്ടെ, ഏറ്റവും അധികം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇബാദത്ത് ഏതാണോ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയില്ല. ദുനിയാവിന്റെ പല സ്മരണകളും ശൈത്താൻ ഇട്ടുന്നുണ്ടാവും. ഫലത്തിൽ നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിക്കഴിഞ്ഞാൽ ഖൽബില്ലാതെ നിസ്കരിച്ചവനെ പോലെ, ഒരു ഫലവുമില്ലാതെ നിസ്കാരം അവസാനിപ്പിച്ചവനെ പോലെ ആയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുന്നിട്ടവൻ നിസ്കരിച്ച അവന്റെ നിസ്കാരത്തിൽ നിന്ന് അവൻ പിരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചത് അതുപോലെ തന്നെ അവൻ മടങ്ങുന്നു. നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം നമ്മളെ മ്ലേച്ഛതകളിൽ നിന്നും തിന്മകളിൽ നിന്നും തടയും. പലപ്പോഴും 5 നേരം നിസ്കരിക്കുന്ന പലരും മഹാ തോന്നിവാസങ്ങൾ ചെയ്ത വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഈ ആയത്തും ഇതും തമ്മിൽ വൈരുദ്ധ്യമല്ലേ എന്ന് ചിന്തിച്ചു. ഒരിക്കലും വൈരുദ്ധ്യമല്ല. നിസ്കരിക്കേണ്ട പോലെ നിസ്കരിക്കാത്തതുകൊണ്ടാണ്. 5 നേരം തലവത്തി എങ്ങനെയെങ്കിലും അറിഞ്ഞുകൊണ്ടായില്ല. നിസ്കരിക്കേണ്ട പോലെ കൽബ് തൊടാതെ, കൽബിനെ സ്വാധീനിക്കാതെ നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ആ നിസ്കാരം അവനെ തിന്മകളിൽ നിന്ന് തടയുകയില്ല, ഹറാമുകളിൽ നിന്ന് അവനെ പ്രതിരോധിക്കുകയില്ല. ഇല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പാപസുരക്ഷിതനായി നിസ്കാരത്തിൽ നിന്ന് മടങ്ങേണ്ടവൻ ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരേക്കുള്ള അതിനിടയിൽ സംഭവിക്കുന്ന തിന്മകൾ നമുക്ക് കൊഴിഞ്ഞു പോകാനുള്ള കാരണമാണ്, മുക്കഫിറാത്താണ്. എന്നാൽ ഇങ്ങനെ നിസ്കരിക്കുന്നതിന് മുമ്പ് എന്താണ് അവന്റെ അവസ്ഥ? തിന്മകൾ കൊണ്ട് ആറാടി അവൻ നിസ്കാരത്തിലേക്ക് വരുന്നു. അതേ തിന്മകൾ അങ്ങനെ തന്നെ അവൻ പോകുന്നു. നിസ്കാരത്തിൽ നിന്ന് പാപമോചനം നേടാതെ, നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന പ്രതിഫലമില്ലാതെ അവൻ മടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു അവസ്ഥയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങൾ, ഇതിനേക്കാൾ വലിയ നഷ്ടമുണ്ടോ? മറ്റൊരു നിസ്കരിക്കാതെ പാഴാക്കി, നിസ്കരിച്ചിട്ടും നിസ്കാരം പാഴാക്കുന്ന നിസ്കാരം, ഇതിനേക്കാൾ വലിയ നഷ്ടമുണ്ടോ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്നിട്ട് അദ്ദേഹം പറയാണ്, فإن الصلاة إنما تكفر سيئات من أدى حقها وأكمل خشوعها ووقف بين يدي الله تعالى بقلبه وقالبه. അപ്പോൾ നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രതിഫലം, പാപമോചനം, തിന്മകൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, ഇതൊക്കെ ആരുടെ നിസ്കാരത്തിനാണ് ലഭിക്കുക? നിസ്കാരം പരിപൂർണമായ ഖുശൂഅോടെ, ഹൃദയ സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഖൽബും ശരീരവും ഒരുപോലെ അള്ളാഹുവിന് സമർപ്പിക്കുന്നവന്റെ നിസ്കാരമാണ് ശരിയായ നിസ്കാരമാകുക. അങ്ങനെ ഒരാൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ അവൻ ശരീരത്തിൽ നിന്നൊരു ഭാരമിറക്കി വെച്ചതുപോലെ അവന്റെ മനസ്സിൽ ആശ്വാസം അനുഭവപ്പെടും. എന്തു പ്രയാസത്തിനിടയിലാണെങ്കിലും നിസ്കരിച്ച് അവൻ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രയാസം അവന് പ്രയാസമല്ലാതായി തോന്നും.
ഫവജദ നശാതൻ വറാഹതൻ വറൂഹൻ, അവൻ ഉന്മേഷവും സമാധാനവും സ്വസ്ഥതയും അവന്റെ ജീവാത്മാവും അവന് തിരിച്ചു ലഭിച്ചതുപോലെ അവന് തോന്നും. ഇങ്ങനെ അനുഭവം ഉണ്ടാവും, ഇങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഹത്താ യതമന്ന അന്നഹു ലം യകുൻ ഖറജ മിൻഹാ, അതിൽ നിന്ന് പുറത്തു കടക്കാതിരുന്നെങ്കിൽ, നിസ്കാരം അവസാനിക്കാതിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അങ്ങനെ നിസ്കാരം അവന് കൺകുളിർമയാകും, അവന്റെ ആത്മാവിന് സമാധാനമേകും, അവന്റെ ഹൃദയത്തിൽ സ്വർഗം സമ്മാനിക്കും. ദുനിയാവിൽ അവൻ ഏറ്റവും ആശ്വാസമാ നിസ്കാരമായിരിക്കും. കാരണം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ ജയിലിലായിരുന്നു, അവൻ തടവറയിലായിരുന്നു. അങ്ങനെയായിരിക്കും അവന് പ്രയാസങ്ങളും പരീക്ഷണങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തിലേക്ക് ജയിലിൽ നിന്ന് മോചിതനായവനെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, സ്വസ്ഥത അനുഭവിക്കുന്നവനായി മാറും. അങ്ങനെ നിസ്കരിക്കുന്നവനാകണം. ഇതാണ് നിസ്കാരത്തിന്റെ യഥാർത്ഥ അവസ്ഥ. നിസ്കാരം കൊണ്ട് അവൻ ആശ്വാസം കൊള്ളും. എന്നിട്ട് മുൻഗാമികൾ പറഞ്ഞതുപോലെ അദ്ദേഹം പറയാണ്, ഫൽ മുഹിബ്ബൂന, നിസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവർ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ, അവർ നിസ്കാരം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിസ്കാരത്തിനെ പറ്റി അവർ പറയുന്നതാണ്, നുസല്ലി ഫനസ്തരീഹു ബിസ്വലാത്തിന, നമുക്ക് നിസ്കരിക്കാം എന്നിട്ട് ആശ്വാസം കൈക്കൊള്ളാം, ആസ്വാദനം കൈക്കൊള്ളാം, റാഹത്ത് കൈക്കൊള്ളാം. റസൂലുള്ളാഹി പറഞ്ഞ പോലെ, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ, ബിലാൽ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കൂ, അതല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കൂ, ഞങ്ങൾക്ക് ആശ്വാസം പകരൂ. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചാൽ, നിസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ ആശ്വാസം കൊള്ളാനാണ് അവർ നിസ്കരിക്കുന്നത്, റാഹത്ത് അനുഭവിക്കാനാണ്. എന്നാൽ ശ്രദ്ധയില്ലാത്ത നിസ്കാരക്കാർ അവരെന്താ നിസ്കാരത്തെക്കുറിച്ച് പറയാം? നിസ്കാരം കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ, നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് ആശ്വാസം കൊള്ളണം, നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് പിന്നെ എന്താ പറയാ, വിശ്രമിക്കണം എന്നാണ് അവർ പറയാ. നിസ്കാരത്തിൽ നിന്ന് വിശ്രമിക്കണം എന്നാണ് അവർ പറയാ. മറ്റവർ നിസ്കാരത്തിലൂടെ ആശ്വാസം കൈക്കൊള്ളണം എന്നാണ് പറയാ. ഇതാണ് രാവും പകലും തമ്മിൽ, ആകാശവും ഭൂമിയും തമ്മിൽ അകലമുള്ള നിസ്കാരക്കാരുടെ ആകത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കൺകുളിർമയാകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ നിസ്കാരം ഇങ്ങനെ പറഞ്ഞ ഫലവത്തായ ഖൽബ് തൊടുന്ന നിസ്കാരമാകാൻ നമ്മെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. 6 കാര്യങ്ങൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഇവിടെ എണ്ണി. സഹോദരങ്ങളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇങ്ങനെ നമ്മുടെ കൺകുളിർമയാകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൺകുളിർമയാക്കപ്പെട്ട നിസ്കാരം എന്നു പറഞ്ഞ രൂപത്തിലുള്ള നിസ്കാരമാകാൻ, നിസ്കാരത്തിൽ സമാധാനം കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന 6 കാര്യങ്ങൾ. അതിനു മുമ്പ് ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. പലപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് വീട്ടിൽ ജോലിയും കുട്ടികളെ നോക്കലും അടുക്കളപ്പണിയും ഒക്കെ കഴിഞ്ഞ് കുളിയും തെളിയും അലക്കും ദേവാലൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയൊരു നിസ്കാരമാണ്. പലപ്പോഴും എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല, ഇവിടെ മസ്ജിദിലെത്തിയ സ്ത്രീകൾ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ. ഇപ്പോൾ ളുഹർ നിസ്കാരമാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ പണിയും തീർത്ത് ഭക്ഷണം കഴിക്കലും, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലും, അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ഭക്ഷണം കൊടുക്കലും, പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് അസറോടടുക്കുന്ന സമയത്ത് കൊണ്ടുപോയി ളുഹർ നിസ്കരിക്കും. അസറിന് തൊട്ടും കൊണ്ടുപോയി ആ ളുഹർ അവിടെ കൊണ്ടുപോയി ചടങ്ങ് തീർക്കും. പിന്നെ അവിടെ തന്നെ നിസ്കാരക്കുപ്പായ അയക്കൂല. കാരണം നിസ്കാരക്കുപ്പായ അയച്ചിട്ട് പിന്നെ നിസ്കാരക്കുപ്പായ ഇട്ട് പിന്നെയും പായ മുസല്ലൊക്കെ വിരിച്ച് പിന്നെ നിസ്കരിക്കാം. എന്നിട്ട് അവിടെ തന്നെ എനിക്ക് അസർ ബാങ്ക് കൊടുത്തിട്ട് അസർ നിസ്കരിക്കും. ഇത് രണ്ടും തമ്മിൽ അകലം വളരെ കുറഞ്ഞ സമയം മാത്രമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ നിസ്കാരത്തിന്റെ അവസ്ഥകൾ, വ്യത്യസ്ത അവസ്ഥകൾ പറഞ്ഞല്ലോ. ഇങ്ങനെ നിസ്കരിക്കുന്ന, ഇനിയിപ്പോൾ സ്ത്രീകൾ തന്നെ ആവണമെന്നില്ല, പുരുഷന്മാരാകട്ടെ ആരുമാകും, ഈ നിസ്കാരം കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? ഇനിയിപ്പോൾ രാത്രി എല്ലാ പണികളും കഴിഞ്ഞ് രാത്രി ഭക്ഷണം എല്ലാവർക്കും കൊടുത്ത് വിളമ്പി ഭക്ഷണം കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അവസാനം കിടക്കാൻ നേരത്തെ ഇശ നിസ്കരിച്ചില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയി ചടങ്ങ് തീർക്കാൻ ഭാരം ഇറക്കി വെക്കണ പോലെയാണ് നിസ്കാരം. ഇങ്ങനെ ഭാരമായി പോകുന്ന നിസ്കാരം, ആ നിസ്കാരം കൊണ്ട് ഒരു ഉപകാരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിസ്കാരം കൺകുളിർമയാകുന്ന സ്വീകരിക്കപ്പെടുന്നവരുടെ നിസ്കാരത്തിലാണ് അവർ ഭാരം കൊണ്ട് ഇറക്കി വെക്കുക. നിസ്കാരത്തിന് അങ്ങ് കൈകെട്ടി കഴിഞ്ഞാൽ ഒരു ഭാരം അവർക്ക് ഭാരമാകാതെ തോന്നും. കാരണം നിസ്കാരമാണ് അവരെ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം. ഇങ്ങനെ ആണുങ്ങൾ നിസ്കരിച്ചാലും നിസ്കാരം നമുക്കൊരു ഭാരമായി, ചടങ്ങായി തോന്നുന്നുണ്ടോ, ആ നിസ്കാരം കൊണ്ട് യാതൊരു ഉപകാരം. റമളാനിന് മുമ്പും ആദ്യം നമ്മൾ തിരുത്തേണ്ടുന്ന, നമ്മൾ പൊടി തട്ടേണ്ടുന്ന, അതല്ലെങ്കിൽ നമ്മൾ വിചാരണ ചെയ്യേണ്ടുന്ന രംഗമാണ് നമ്മുടെ ഏറ്റവും വലിയ ഇബാദത്തായ നിസ്കാരത്തിന്റെ വിഷയം എന്ന് ഞാൻ ആവർത്തിച്ചൊന്നുകൂടി ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ.
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ വിശദമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഖണ്ഡികയിൽ പറഞ്ഞതായി കാണാം, നിസ്കാരം ഇഷ്ടപ്പെട്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറച്ച് നിസ്കരിക്കുന്നവരുടെ നിസ്കാരം, അശ്രദ്ധമായി നിസ്കരിക്കുന്നവരുടെ നിസ്കാരം തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് വലിയ വ്യത്യാസം ഉണ്ടാവും. നിസ്കാരം ഇഷ്ടപ്പെടുന്നവനും കൺകുളിർമയാകുന്നവനും തമ്മിലുള്ള നിസ്കാരം തന്നെ വ്യത്യാസം ഉണ്ടാവും. നിസ്കാരത്തെ ഇഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നവരും ആ ഇഷ്ടപ്പെടുന്നവർ തന്നെ കൺകുളിർമയായി നിസ്കാരത്തെ സ്വീകരിക്കുന്നവരും അവരുടെ നിസ്കാരം തമ്മിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവും. പിന്നല്ലേ അശ്രദ്ധയായി നിസ്കരിക്കുന്നവരും അതല്ലാതെ നിസ്കരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ നിസ്കാരത്തിന്റെ തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ 10 മാത്രം പ്രതിഫലം ലഭിക്കുന്നു, 9 8 ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകുതി വരെ എത്തി. പിന്നെ റസൂൽ എണ്ണിയില്ല. ഇങ്ങനെ നിസ്കാരത്തിന്റെ പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. ആളുകൾ പല തട്ടിലായിരിക്കും. അത് നിസ്കാരത്തിന്റെ ഈ തലങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. എന്നാൽ നിസ്കാരം പ്രയാസമായി തോന്നുന്ന ആളുകൾ, അവരുടെ നിസ്കാരം പലപ്പോഴും തീക്കനൽമ നിന്ന് നിസ്കരിക്കുന്ന പോലെ. ചില ആളുകൾ നിസ്കാരം കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയാണ്, തീക്കട്ടമ്മ നിന്ന് നിസ്കരിക്കുന്ന പോലെ ആയിരിക്കും അവരുടെ നിസ്കാരം. നിസ്കാരം അവർക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും. പെട്ടെന്ന് നിസ്കാരം തീർക്കാൻ വേണ്ടി ചില കുട്ടികളുടെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അവര് വക്തിന്റെ ഏറ്റവും അവസാനം വന്നിട്ടായിരിക്കും, ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിസ്കാരത്തിന് വന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, നമ്മുടെ മക്കൾ, പ്രായപൂർത്തിയായ മക്കൾ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർ നിസ്കരിക്കുന്നത്? ബുദ്ധിയും വിവേകവും പക്വതയും നമ്മുടെ മക്കളുടെ നിസ്കാരം ഒരിക്കലെങ്കിലും നമ്മൾ അടിമുടി നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എന്തോ കാട്ടിക്കൂട്ട തലകുത്തിമറിയാം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പോലെ അവർക്കറിയില്ല. എങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാമിന് കൈ കെട്ടുന്ന പോട്ടെ, കൈ ഉയർത്തേണ്ടത് എങ്ങനെയാണെന്ന് പോലെ അവർക്കറിയില്ല. എന്താണ് അവർ നിസ്കാരത്തിൽ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? നിസ്കാരത്തിലുള്ള ദിക്റുകളും ദുആകളും നമ്മുടെ മക്കൾക്കറിയാം, നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിസ്കാരം അങ്ങ് ധൃതിയോടെ തിടുക്കത്തോടെ കനലും വന്ന് നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്ന ആളുകൾ, ഇവർക്ക് എന്ന് നിസ്കാരം കൺകുളിർമയാകാനാണ്? അദ്ദേഹം പറയാണ്, അവര് നിസ്കാരത്തിൽ നിന്ന് വേഗം ഒളിച്ചോടാനാണ് ശ്രമിക്കുക, നിസ്കാരം വേഗം തീർന്നു പോകാനാണ് അവർ ആഗ്രഹിക്കുക. എന്നാൽ കൺകുളിർമയാകുന്ന നിസ്കാരക്കാർ അവ നിസ്കാരം അവസാനിക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുക. ഇവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇങ്ങനെയുള്ള ആളുകൾ നിസ്കരിക്കാൻ വരുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും വൈകി നിസ്കാരത്തിന് വരും. വല്ലപ്പോഴും വൈകി വരുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവരുടെ നിസ്കാരത്തിനോടുള്ള അപ്രോച്ച് അധികവും ഇങ്ങനെയായിരിക്കും. ഏറ്റവും വൈകി മസ്ജിദിലേക്ക് വരും, ഏറ്റവും പെട്ടെന്ന് മസ്ജിദിൽ നിന്ന് പോവുകയും ചെയ്യും. നിസ്കാരം ആസ്വാദനമായിട്ടുള്ളവർ ഒരു പക്ഷേ വല്ലപ്പോഴൊക്കെ വൈകി വന്നാൽ തന്നെ അവർ വൈകി പോകാൻ ആഗ്രഹിക്കുള്ളൂ. എന്നാൽ ഇത്തരക്കാരുടെ നിസ്കാരത്തിനുള്ള സമീപനം കൂടുതലും വൈകി വരും, പെട്ടെന്ന് പോകും. നിസ്കാരത്തിനുള്ള ദിക്ർ പോലും ചൊല്ലാൻ സമയമില്ല, സുന്നത്ത് നിസ്കാരം എപ്പോഴോ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ നമ്മളെ നിസ്കാരം എന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി വീണ്ടും ഇത്തരം ചില കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. 6 കാര്യങ്ങൾ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്ന കൺകുളിർമയാകുന്ന നിസ്കാരമാകാൻ 6 കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ചുരുക്കി പറയാം. ഒന്നാമതായി അൽ ഇഖ്ലാസ്. നിസ്കരിക്കുമ്പോൾ നമുക്ക് ഇഖ്ലാസ് വേണമെന്നാണ്. പലപ്പോഴും നമ്മളെ നിസ്കാരത്തിൽ ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ നിസ്കാരം ചടങ്ങായിത്തീരുന്നത്, ഭാരമായി തോന്നും. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിനെ തനിച്ചാക്കുക എന്നുള്ളത്. ഖാലിസ് എന്ന് പറഞ്ഞാൽ വിർജിൻ എന്നൊക്കെ പറയില്ല, പ്യൂർ എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഖാലിസ് എന്നുള്ള പ്രയോഗം അറബിയിൽ. ഇപ്പൊ 100% ഖാലിസ് കുത്ത് എന്ന് പറയും, 100% കോട്ടൺ അറബിയിൽ. എന്നാൽ കോട്ടൺ അല്ലാത്ത മറ്റൊന്നതിലില്ല. അതുപോലെ ഇഖ്ലാസോടുകൂടി ഖാലിസായ അള്ളാഹുവിന് നൽകുക, അള്ളാഹ്ക്ക് മാത്രം, വേറൊരാൾക്കും അതിന്റെ വിഹിതമില്ല. നോട്ടത്തിലോ കാഴ്ചയിലോ ചലനത്തിലോ ഹൃദയ സാന്നിധ്യത്തിലോ ഒരിടത്തേക്കും തിരിയുന്നില്ല, അള്ളാഹുലേക്ക് മാത്രം. മാത്രം എന്ന് പറഞ്ഞാൽ മാത്രം, അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടി മാത്രം, അവനെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം, അവനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. വേറെ ആരെയും ബോധിപ്പിക്കാനല്ല, വേറെ ആരെയും കാണിക്കാനല്ല, വേറെ ആരെയും പേടിച്ചിട്ടല്ല. നമ്മൾ ഉണ്ടാക്കിയ മസ്ജിദ്, നമ്മൾ നേതൃത്വം വഹിക്കുന്ന മസ്ജിദ്, നമ്മളവിടെ നിസ്കാരത്തിനില്ലെങ്കിൽ മോശമല്ലേ? ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് പറയും, എന്ത് വിചാരിക്കും? വീട്ടിലെല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നിസ്കരിച്ചില്ല, കുട്ടികൾ ഉപ്പിമൊക്കെ വലിയ നിസ്കാരക്കാരെ, നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ? ഉപ്പ ഏതായാലും മസ്ജിദിൽ പോകുന്നതാണ്, കൂടെ നമ്മളും പോയേക്കാം. ഉപ്പാനെ ബോധിപ്പിക്കാനാണോ, ഉമ്മാനെ ബോധിപ്പിക്കാനാണോ, നാട്ടുകാരെ ബോധിപ്പിക്കാനാണോ, കുടുംബക്കാരെ ബോധിപ്പിക്കാനാണോ, ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയാണോ, ഞാൻ വലിയ നിസ്കാരക്കാരനാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണോ? നിസ്കാരം കൊണ്ടൊരു ഫലമില്ല. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് മാത്രം ഞാൻ എന്തിനു വേണ്ടി നിസ്കരിക്കും? എന്റെ റബ്ബിന്റെ കൽപ്പനയാണിത്. എന്നെ ഇസ്ലാമിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തുന്ന ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഇബാദത്താണിത്.
പരലോകത്ത് ഞാൻ ആദ്യം വിചാരണ ചെയ്യുന്ന കർമ്മമാണിത്, വിചാരണ ചെയ്യപ്പെടുന്ന ഇബാദത്താണിത്. ഇത് ഉപേക്ഷിച്ചാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയേക്കാം, ഇതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടും, എനിക്ക് നരകം ഒരു പക്ഷേ ഏറ്റുവാങ്ങേണ്ടി വരും. ഈ ചിന്തയോടെ പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ കൂലിയാകരിച്ച് അവന്റെ ശിക്ഷയെ പേടിച്ചു. ഇങ്ങനെയാണോ? ഇതാണ് ഇഖ്ലാസ്. ഇങ്ങനെയാണ് നമ്മൾ നിസ്കാരം. ഒരു ഭൗതികമായ യാതൊരു തേട്ടമോ ചിന്തയോ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. ഇങ്ങനെ നിസ്കരിച്ചാൽ നേരത്തെ പറഞ്ഞ കൺകുളിർമയാകുന്ന നിസ്കാരമായി നമ്മൾ നിസ്കാരം മാറും. ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം തെറ്റിപ്പോകുന്നത്, വ്യതിചലിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, സത്യസന്ധമായി നിസ്കരിക്കുക എന്നുള്ളതാണ്. സിദ്ഖോടുകൂടി നുസ്ഹോടുകൂടി നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അയ്യുഫർരിഖ ഖൽബഹു ലില്ലാഹി ഫീഹാ, നിസ്കാരത്തിൽ പൂർണ്ണമായും അള്ളാഹുവിന് ഏകാഗ്രമാകുന്ന ഹൃദയമായി നമ്മുടെ ഹൃദയം മാറുക. നിസ്കാരത്തിലെ നമ്മുടെ ഓരോ അംഗവിക്ഷേപങ്ങളും, തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങി നമ്മൾ കൈകെട്ടി, അല്ലെ, ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന, നിസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ്. എന്താണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് ഓതുന്നത്, ഇതിന്റെ അർത്ഥം നമുക്കറിയണം. എത്രയോ കാലങ്ങളായി ഓർമ്മ വെച്ച നാൾ മുതൽ മദ്രസയിൽ നിന്ന് ചെറുപ്പത്തിലെ ഓതിപ്പടിച്ച സൂറത്തുകളാണ് നമ്മൾ തലങ്ങും വലങ്ങും, അല്ലെ, ചെറിയ സൂറത്തുകൾ എല്ലാ വക്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്നത്, തിരിച്ചും മറിച്ചും. കൂടുതൽ നമ്മൾ ഹിഫ്ലാക്കിയിട്ടുണ്ടാവില്ല. ഈ മനപ്പാടമുള്ള എന്നോ നമ്മൾ മനപ്പാടമാക്കി ഈ സൂറത്തുകളുടെ അർത്ഥം പോലും നമുക്കറിയില്ല. ഈ സൂറത്തുകളുടെ മാന പോലും അള്ളാഹുവിന്റെ സംസാരമാണത്, റബ്ബിന്റെ സാരോപദേശമാണിത്. എന്തോ നാവ് കൊണ്ടിങ്ങനെ വാചക കസർത്ത് നടത്തുന്ന പോലെ, എന്താ പറയാ, അദര വ്യായാമം ചെയ്യുന്ന പോലെ നാവ് കൊണ്ടുള്ള എക്സസൈസ് ആയിട്ട് ദിക്റും ഖുർആനും ഓത്തൊക്കെ മാറിക്കഴിഞ്ഞു. ഇങ്ങനെ നിസ്കരിച്ചാൽ എങ്ങനെയാണ് നിസ്കാരത്തിൽ നമുക്ക് ആത്മാവുണ്ടാകുക? പ്രാരംഭ പ്രാർത്ഥന ദുആഉൽ ഇസ്തിഫ്താഹ് ഫാത്തിഹയ്ക്ക് മുമ്പ് ചൊല്ലുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്നറിഞ്ഞ് നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. നിസ്കാരത്തിന്റെ തുടക്കം തന്നെ അവിടെ പാഴാകും, അർത്ഥറിയാതെ ചടങ്ങിന് ചൊല്ലി തീർത്താൽ. സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥമറിയാത്തത്, എല്ലാ റക്അത്തിലും എല്ലാ നിസ്കാരത്തിലും സുന്നത്തിലും ഫദ്ലിലും ഒരുപോലെ നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥമറിയാതെ നിസ്കരിക്കുന്നവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ, ഹൃദയം അല്ലാഹുവിലേക്ക് മാത്രം ഇഖ്ലാസോടുകൂടി തിരിയാൻ നമ്മൾ നിസ്കാരത്തിൽ, നിത്യജീവിതത്തിൽ ഓതുന്ന നിസ്കാരത്തിൽ ഓരോ സൂറത്തുകളും, ഫാത്തിഹയും ദിക്റും ദുആഉം തശഹുദും, തശഹുദിന് ശേഷമുള്ള ദുആഉം, ഇതിന്റെ ഒക്കെ അർത്ഥം നമുക്ക് പഠിക്കാം. ഈ റമദാനെങ്കിലും നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തും. ഒരു ദിവസം എത്രയോ അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, അറിയുന്നു, പങ്കുവെക്കുന്നു, ഷെയർ ചെയ്യുന്നു. ഈ സാധനത്തിൽ തോണ്ടി സഹോദരങ്ങളെ, വിരൽ തുമ്പിലാണ്. നമ്മുടെ ഭാഷയിൽ നമുക്കിതെല്ലാം അറിയിച്ചു തരുന്ന പരിഭാഷയുള്ള, അതിന്റെ പദങ്ങൾ ഉച്ചാരണത്തോടുകൂടി കേൾപ്പിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ, ഇങ്ങനെ നിസ്കരിക്കൂ. നമ്മുടെ നിസ്കാരത്തിൽ കൺകുളിർമ നമ്മൾ ആസ്വദിക്കൂ, ആനന്ദം കണ്ടെത്തൂ. ഇങ്ങനെ ഉള്ളും പുറവും, നിസ്കാരത്തിന് ലാഹിറായ അവസ്ഥയുണ്ട്, ബാത്തിനായ അവസ്ഥയുണ്ട്. നിസ്കാരത്തിന് രണ്ടു തലമുണ്ട്, രണ്ടു വശമുണ്ട്. ഒന്ന് ലാഹിറായ അവസ്ഥ. ലാഹിറായ അവസ്ഥ എന്താണ്? നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ദിക്ർ, ദുആ, ഓത്ത്, ചലനം, റുക്കൂ, സുജൂദ്, ഇതാണ് പുറമേക്ക് പ്രകടമാകുന്ന അതിന്റെ ബാഹ്യമായ രൂപം. ആന്തരികമായ അവസ്ഥയുണ്ട്, അത് ഹൃദയത്തെ സ്വാധീനിക്കുന്നതാണ്. അതും ശരിയാകണം. അത് അല്ലാഹുവിലേക്ക് മാത്രം തിരിയണം. നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ അവിടെ അല്ലാഹു എന്നതല്ലാത്ത മറ്റൊരു ചിന്തയുണ്ടാകാൻ പാടില്ല. അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ചൊല്ലുന്നതും പറയുന്നതും അർത്ഥമറിഞ്ഞ് ചൊല്ലുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, നിസ്കാരത്തെ ഒരു ശരീരത്തോട് ഉപമിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തോട് ഉപമിക്കുകയാണ്. ശരീരത്തിലെ പുറമേക്ക് കാണുന്ന ഈ അവയവങ്ങളാണ് നിസ്കാരത്തിന്റെ ബാഹ്യരൂപം. ഉള്ളിലുള്ള ആത്മാവാണ് ഖൽബിൽ സ്വാധീനിക്കുന്ന ഖുശൂ, നിസ്കാരത്തിലെ ഭയഭക്തി. ഇത് രണ്ടും ചേർന്നാലേ ശരീരമാകുള്ളൂ. റൂഹല്ലെങ്കിൽ ശരീരത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? ഖുശൂ ഇല്ല, ഖൽബിൽ അല്ലാഹ് എന്ന ചിന്തയില്ലാതെ, അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നുള്ള ബോധമില്ലാതെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അവന്റെ നിസ്കാരം റൂഹില്ലാതെ ജീവച്ഛവമായി കിടക്കുന്ന ഒരു മൃതശരീരത്തിന്റെ പോലെയാണെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, മശ്ഹദുൽ മുതാബഅ വൽ ഇഖ്തിദാ. നിസ്കാരം കൺകുളിർമയാകാൻ, നിസ്കാരം ഹൃദയത്തെ സ്വാധീനിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുക്കുക എന്നുള്ളതാണ്, പകർത്തുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടത് അങ്ങനെ നിസ്കരിക്കൂ. സ്വഹാബത്തിനോടാണ് പറഞ്ഞത്. സ്വഹാബത്ത് നിസ്കരിച്ച നിസ്കാരം, സ്വഹാബത്തിൽ നിസ്കാരം പഠിച്ച താബിഈകൾ, തബഉ താബിഈങ്ങൾ, സലഫു സ്വാലിഹീങ്ങൾ നിസ്കരിച്ച നിസ്കാരം ഗ്രന്ഥങ്ങളിൽ വിരചിതമാണ്.
നമ്മുടെ മലയാളത്തിൽ ഭാഷയിൽ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സിഫത്തു സ്വലാത്തിൻ നബി എന്ന് പറയുന്ന ഷെഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല അദ്ദേഹം രചിച്ച വിശ്വപ്രസിദ്ധമായ റസൂലുള്ളാഹിന്റെ നിസ്കാരം ഓതന്റിക്കായ ആധികാരികമായ ഹദീസുകളുടെ വെളിച്ചത്തിൽ മാത്രം വിശദീകരിക്കുന്ന 100% റസൂലുള്ള നിസ്കരിച്ചത് പോലെ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ്. മലയാളത്തിൽ ലഭ്യമാണ്. ഒരിക്കൽ പോലും ജീവിതത്തിൽ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. നമ്മുടെ നിസ്കാരം അള്ളാന്റെ റസൂൽ നിസ്കരിച്ച നിസ്കാരം തന്നെയാണോ, സ്വഹാബത്ത് നമുക്ക് കൈമാറി തന്ന നിസ്കാരം തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പരിശോധന നമ്മൾ നടത്തിയിട്ടില്ല. ദുനിയാവിൽ ഒരു 10 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പോലും നമ്മൾ എത്ര അന്വേഷിച്ച് പരിശോധിച്ച് അതിന്റെ ഗുണമേന്മയും മൂല്യവും ഉറപ്പുവരുത്തും. കാലങ്ങളായി നമ്മൾ നിസ്കരിക്കുന്ന നമ്മുടെ നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരം ഓതന്റിക്കാണോ, എന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതുപോലെയാണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു ചിന്ത പോലും നമുക്കില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ നിസ്കാരം? അതിങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരം എങ്ങനെയെങ്കിലൊക്കെ കാട്ടിക്കൂട്ടിയാൽ മതി എന്നാണ്. ചില ആളുകളുടെ നിസ്കാരം കൈ കെട്ടാൻ അറിയില്ല, കൈ നെഞ്ചത്തോ അതുപോലെ തന്നെ വയറുമ്മലോ അതിന്റെ താഴേക്കോ കെട്ടണം. ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല ഞാൻ പറഞ്ഞത്. കൈ എങ്ങനെ ഉയർത്തണം? ചില ആളുകൾ കാണാം കൈ ഇങ്ങനെ ഉയർത്തുന്നവര്. ചില കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കെട്ടല. അതിനപ്പുറത്ത് മുതുക് വളയാതെ കുട്ടികൾ വലിയ ജിംനാസ്റ്റിക് ഒക്കെ ആയിരിക്കും. അവൻ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചവനായിരിക്കും, കരാട്ടയും കുംഫുക്കെ അറിയുന്നവനായിരിക്കും, ബ്ലാക്ക് ബെൽറ്റ് മറ്റേ ബെൽറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നേരെ മുതുക് വളയാതെ റുക്കൂ ചെയ്യാൻ അവൻ അറിയില്ല, സുജൂദ് നേരെ ചൊവ്വ ചെയ്യാൻ അവൻ അറിയില്ല, പഠിച്ചിട്ടില്ല, പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് നമ്മൾ നിസ്കാരം? അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ച പോലെ നിസ്കരിച്ചാലേ നമ്മളെ നിസ്കാരം സ്വീകാര്യമുള്ളൂ. നമുക്ക് തോന്നിയതുപോലെ 5 നേരം തലകുത്തി മറിഞ്ഞാൽ നമ്മുടെ നിസ്കാരം സ്വീകാര്യമാകുകയില്ല. ഇത് ഉറപ്പിക്കണം. നമ്മളെ നിസ്കാരമാകുകയില്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച നിസ്കാരമാണ് എന്റെ നിസ്കാരം എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. നമ്മളതിന് ബാധ്യസ്ഥരാണ്. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട നിസ്കാരം, അതുപോലെ കൂട്ടാതെ കുറക്കാതെ തനതായ നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരത്തിൽ ഈ പറഞ്ഞ നഷ്ടസ്വത്തുകളൊക്കെ തിരിച്ചു കിട്ടും. ഏകാഗ്രതയും ഖുശൂഉം ഒക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഇതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം, നിസ്കാരത്തിൽ ഇഹ്സാനോടുകൂടി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? മാ തഅരിഫുൽ ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ കാണുന്നത് പോലെ, അവന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നിസ്കരിക്കണം. ഇങ്ങനെ നിസ്കരിക്കണം. എത്ര തവണ നമ്മൾ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്? എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ ഈ പറയുന്നതിന് ഉരുവിടുന്ന എന്റെ റബ്ബ് പ്രതിവചിക്കുന്നു. അല്ലെ, സൂറത്തുൽ ഫാത്തിഹ ഓതാത്തൊരു നിസ്കാരമില്ല, ഒരു റക്അത്തുമില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ മറുപടിയുണ്ട്, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അത് സങ്കല്പിച്ചുകൊണ്ട് എന്റെ റബ്ബിന്റെ മുമ്പിൽ അവൻ എന്നെ അഭിമുഖീകരിക്കുന്നു, ഞാൻ അവൻ അഭിമുഖീകരിക്കുന്നു. അവനോടുള്ള രഹസ്യ സംഭാഷണമാണിത്. ഇങ്ങനെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ, അവനെ കാണുന്നത് പോലെ. നീ അവനെ കാണുന്നില്ലെങ്കിലും നിന്റെ കൽബ് കൊണ്ട് നീ അവൻ അറിയുന്നു. അവന്റെ നാമഗുണ വിശേഷണങ്ങൾ, അവന്റെ തൗഹീദാണ് നിന്റെ കൽബിൽ നിറഞ്ഞു തുളുമ്പുന്നത്. ഇങ്ങനെ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇഹ്സാനിന്റെ പദവിയിൽ റബ്ബ് മാത്രമെന്ന ചിന്തയിൽ നീ നിസ്കരിച്ചു നോക്കൂ. നിന്റെ നിസ്കാരത്തിന്റെ തലമേതാണ്? ഏതായിരിക്കാം നിസ്കാരത്തിന്റെ അവസ്ഥ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഭാഗം വളരെ മനോഹരമായി അദ്ദേഹം വിശദീകരിക്കുന്നത്. നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യണം. ഇതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം, നിസ്കരിക്കാൻ റബ്ബിന്റെ മുമ്പിൽ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന് ബാങ്കൊലി ഉയർന്നാൽ അതിന് വിളിയാളത്തിന് ഉത്തരം ചെയ്ത് മസ്ജിദിൽ റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക എന്നുള്ളതുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അത് ദുനിയാവിൽ നിനക്ക് ലഭിക്കുന്ന വലിയ നിഅമത്താണ്, അമൂല്യമായ അനുഗ്രഹമാണ്. നിനക്കെത്ര സ്വത്ത് ലഭിക്കട്ടെ, എത്ര ആസ്തി ഉണ്ടാകട്ടെ, അതിനൊന്നും പകരം വെക്കാൻ സാധിക്കാത്ത അമൂല്യമായ നിധിയാണ് റബ്ബിന്റെ മുമ്പിൽ 5 നേരവും അവന്റെ മസ്ജിദിൽ അവന് മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ അള്ളാഹു നിന്നെ കൊണ്ടു നിർത്തി എന്നുള്ളത് ദുനിയാവിൽ നിനക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അത് നീ ബോധവാനാണെങ്കിൽ നിന്റെ നിസ്കാരം ഈ പറഞ്ഞ നിസ്കാരമാവും. പണ്ഡിതന്മാർ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കനിവാണത്, അവന്റെ ഔദാര്യമാണത്. അല്ലെ, മുസ്ലിം നാമധാരികളായ നമ്മൾ നേരത്തെ പറഞ്ഞു, അധികം ആളുകൾ നിസ്കരിക്കുന്നില്ല, നിസ്കാരത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ല അവർക്ക്. പേരിൽ മാത്രം ഇസ്ലാമിനെ ഒതുക്കിയവരാണവർ. നിസ്കരിക്കുന്നവർ തന്നെ അശ്രദ്ധമായി നിസ്കാരത്തിന്റെ മര്യാദകൾ പാലിക്കാതെ നിസ്കരിക്കുന്നവർ. ആ കൂട്ടത്തിൽ സുന്നത്തനുസരിച്ച് കൃത്യത പാലിച്ച് ജമാഅത്തായി നിസ്കരിക്കാൻ നീ മസ്ജിദിലെത്തുന്നുവെങ്കിൽ നിനക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം. ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ നീ നിസ്കരിക്കണം. നീ 5 നേരം പള്ളിയിലെത്തുക എന്നുള്ളത് അള്ളാഹ്ക്ക് നീ അങ്ങോട്ട് ചെയ്യുന്ന ഔദാര്യമല്ല. റസൂലുള്ളാഹിനോട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ആറാബികൾ, അവർ ചിലർ ഇസ്ലാം സ്വീകരിച്ചപ്പോ
അത് റസൂലുള്ളാഹിനോട് കാണിച്ച ദാക്ഷിണ്യം. ഒരു 5-10 മിനിറ്റ് കൂടി ഞാൻ അധികം എടുക്കും, പോരെ? റസൂലുള്ളാഹിയോട് കാണിച്ച ദാക്ഷിണ്യമായി അവരെടുത്തു പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് മുഹമ്മദിനോടുള്ള ഞങ്ങളുടെ ദാക്ഷിണ്യമാണ് എന്ന സ്വരത്തിൽ അവർ സംസാരിച്ചു. അള്ളാഹു അതിനെ തിരുത്തി, യമുന്നൂന അലൈക അസ്ലമു, ഇസ്ലാം സ്വീകരിച്ചത് താങ്കളോടുള്ള ഔദാര്യമായി അവരെടുത്തു പറയുന്നു. പറയുക നബിയെ, കുല്ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, ഇസ്ലാം സ്വീകരിച്ചത് നിങ്ങൾ എന്നോട് കാണിച്ച ദാക്ഷിണ്യമായി എടുത്തു പറയണ്ട. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങൾക്ക് ഈമാനിലേക്ക് ഇസ്ലാമിലേക്ക് ഹിദായത്ത് തന്നത് അള്ളാഹു നിങ്ങളോട് കാണിച്ച ഔദാര്യമാണോ, അള്ളാഹു നിങ്ങളോട് കാണിച്ച ദാക്ഷിണ്യമാണ്. പല ആളുകളും കുറച്ചൊക്കെ ദീനിയായി നിസ്കാരവും മറ്റൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് അവർക്ക് തോന്നുകയാണ് എന്തോ ആയിപ്പോയി. നമ്മൾ നിസ്കാരമൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ഫാമിലിയാണ്, ഒരു നിസ്കാരം നമ്മൾ ഒഴിവാക്കലില്ല, അങ്ങനെ എത്രയോ കുറവുകൾ അപ്പുറത്തുണ്ടാവും. എന്നാൽ ഈ നിസ്കാരത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എങ്ങനെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവുക? ചടങ്ങിനാണോ, പേരിനാണോ, ഭാരമായിട്ടാണോ, ആളുകളെ ബോധിപ്പിക്കാനാണോ? എന്തെങ്കിലുമൊക്കെ ദീനിയായ നന്മകൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഇസ്ലാമിനോടും ദീനിനോടും അള്ളാഹുവിനോടും റസൂലിനോടും കാണിച്ച ഔദാര്യമായി ദാക്ഷിണ്യമായി നമ്മൾ ചിലപ്പോൾ വലിയ മേനിയിലെടുത്ത് പറയും. സഹോദരങ്ങളെ, സത്യത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഓശാരമാണ്, അള്ളാന്റെ ഔദാര്യമാണ്, അള്ളാഹ് നമുക്ക് നൽകിയ ദാക്ഷിണ്യമാണ്. അതുകൊണ്ട് അഹങ്കരിക്കുകയില്ല, ആത്മപ്രശംസ നടത്തുകയല്ല, മറിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, കൂടുതൽ നന്ദിയുള്ള അടിമയായി മാറുക, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക. അതാണ് വേണ്ടത്. ഇങ്ങനെ നിസ്കാരത്തെ നമ്മൾ സമീപിച്ചു നോക്കൂ, നിസ്കാരത്തിന്റെ ലെവൽ മാറും. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ 5-ാമത്തെ കാര്യം. 6-ാമത്തെ കാര്യം, സഹോദരങ്ങളെ, എത്ര നമ്മൾ നിസ്കരിച്ചാൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് കൃത്യമായി ഭയഭക്തിയോടെ ശ്രദ്ധയോടെ ഏകാഗ്രമായി അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധത്തോടെ നമ്മൾ എത്ര ഉഷാറായി നിസ്കരിച്ചാലും നമ്മുടെ നിസ്കാരത്തിൽ കുറവുണ്ടാകും, നമ്മുടെ നിസ്കാരത്തിൽ വീഴ്ചയുണ്ടാകും. അത് നമ്മൾ തിരിച്ചറിയണം. എപ്പോഴും നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്തുകൾ ഏതു നന്മയാകട്ടെ, അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. എത്ര നന്നായി മേന്മയോടെ നമ്മൾ നിസ്കരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്കരിച്ച ഏറ്റവും ടോപ്പായ നിസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം, ആ നിസ്കാരം പോലും പരിഗണിച്ചാൽ പോലും അള്ളാഹുവിനോട് നമ്മൾ അവൻ നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് പകരമായി നൽകേണ്ടുന്ന അവനോടുള്ള ഹക്കുണ്ടല്ലോ, നന്ദിയുണ്ടല്ലോ, ശുക്റുണ്ടല്ലോ, അതിന്റെ 7 അയലത്ത് പോലെ എത്തൂല. ആയുസ് മുഴുവൻ നമ്മുടെ നിസ്കാരവും ഏറ്റവും ഉന്നതമായ തലത്തിൽ തന്നെ നമ്മൾ നിർവഹിച്ചു നിൽക്കുക. എന്നാൽ പോലും അള്ളാഹുവിന് അങ്ങോട്ട് നൽകേണ്ടുന്ന ഹക്കിന്റെ 7 അയലത്ത് പോലെ അത് എത്തൂല. എത്തോ? പിന്നെ എങ്ങനെയാണ് നമുക്കതിൽ വിരാജിക്കാൻ സാധിക്കുക? അതുകൊണ്ട് കുറവുകൾ ഉള്ളവരാണ് നമ്മൾ. ആ കുറവുകൾ എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടാൽ അത് നിലനിർത്തണം, നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് തേടണം. അഹങ്കരിക്കരുത്, ആത്മപ്രശംസയരുത്, നമ്മുടെ നന്മകളിൽ നമ്മൾ വഞ്ചിതരാകരുത്. ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ നിസ്കാരത്തിലെ കുറവുകൾ പരിഹരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കും. 2 ദുആകൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾ പറയേണ്ടതില്ല. ഇബ്രാഹിം നബിയുടെ 2 മഹത്തായ ദുആ സൂറത്തുൽ ബഖറയിൽ 1 കാണാം. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. കഅബ പടുത്തുയർത്തിയതിനു ശേഷം, ഇസ്മായിൽ നബിയോടൊപ്പം കഅബയുടെ തൂണുകൾ പടുത്തുയർത്തിയതിനു ശേഷം അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആകളിൽ അള്ളാഹു വിശദീകരിക്കുകയാണ്, അള്ളാഹുവെ, എന്നെയും എന്റെ മകനെയും ഞങ്ങളെ 2 പേരെയും നിനക്ക് കീഴ്പ്പെടുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി നീ മാറ്റണമേ. ഇബ്രാഹിം നബിയുടെ ദുആയാണിത്. വമിൻ ദുർരിയ്യതിനാ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, നിനക്ക് കീഴൊതുങ്ങുന്ന യഥാർത്ഥ മുസ്ലിം ഉമ്മത്തിനെ നീ കൊണ്ടുവരണമേ. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ദുആ ചെയ്യേണ്ട ദുആയാണിത്. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ബാധിക്കുന്ന, മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ദുആ ആണിത്. മുസ്ലിമീങ്ങളായി എന്നെയും എന്റെ കുടുംബത്തെയും മക്കളെയും മരിപ്പിക്കണമേ റബ്ബേ. ഇസ്ലാമിലാണ് സഹോദരങ്ങൾ നമുക്ക് അഭിമാനം. ദുനിയാവിൽ എന്ത് നമ്മൾ നേടാതിരിക്കട്ടെ, ദുനിയാവ് എത്ര ഫോർവേഡ് ആകട്ടെ, അഡ്വാൻസ്ഡ് ആകട്ടെ, എത്ര ടെക്നോളജി വികസിക്കട്ടെ, ദീനാണ് നമുക്ക് അന്തസ്, ദീനാണ് നമുക്ക് അഭിമാനം, ദീനാണ് നമുക്ക് ഇസ്സത്ത്. മുസ്ലിമായി ജീവിച്ചു മരിക്കാനാണ് നമ്മുടെ തേട്ടം. നമ്മുടെ മക്കളെ അങ്ങനെ പഠിപ്പിക്കണം, ഹൃദയത്തിൽ കൊത്തിവെക്കണം, ചെറുപ്പത്തിലെ അവരെ കാതുകളിലൂടെ കുറിച്ചു വെക്കണം. മുസ്ലിമായി ഇസ്ലാമിലായി മരിക്കാൻ, ജീവിക്കാൻ നമ്മൾ തേടണം. അവരെ കൊണ്ട് ദുആ ചെയ്യിക്കണം, നമ്മൾ ദുആ ചെയ്യണം. 2-ാമത്തെ അദ്ദേഹത്തിന്റെ ദുആ സൂറത്ത് ഇബ്രാഹിമിൽ കാണാം. റബ്ബി ജഅൽനീ മുഖീമ സ്വലാത്തി വമിൻ ദുർരിയ്യതി, അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും എന്റെ സന്താന പരമ്പരയെയും നീ നിനക്ക് നിസ്കാരം നിലനിർത്തുന്നവരായി. ഇവിടെ ഇഖാമത്തു സ്വലാത്ത് എങ്ങനെയെങ്കിലും നിസ്കാരം തലകുത്തി മറിഞ്ഞിട്ട് നിർവഹിക്കുക എന്നുള്ളതല്ല. നേരത്തെ പറഞ്ഞ
കൺകുളിർമയാകുന്ന ഖുശൂഅോടുകൂടിയുള്ള സ്വീകാര്യയോഗ്യമായ നിസ്കാരം നിർവഹിക്കുന്നവരായി. അതാണല്ലോ അമ്പിയാക്കളുടെ നിസ്കാരം. അല്ലാതെ അവർ നിസ്കാരം ഉപേക്ഷിക്കുന്നവരല്ലല്ലോ. ഇങ്ങനെ നിസ്കരിക്കുന്നവരായി എന്നെയും എന്റെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും നീ മാറ്റണമേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖലീലുല്ലാഹിയുടെ പ്രാർത്ഥനയാണിത്, നിസ്കാരത്തിന്റെ വിഷയത്തിലും ഇസ്ലാമിനോടുള്ള അവരുടെ സമീപനത്തിന്റെ വിഷയത്തിലും. ഇത് രണ്ടും നമുക്ക് വലിയ പാഠങ്ങളാണ്. അതിൽ നിസ്കാരം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ദുആയിൽ ഉൾപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നിസ്കാരമായി നമ്മുടെ നിസ്കാരത്തെ, വിശിഷ്യ റമദാനിലെ നമ്മുടെ ഇബാദത്തുകളെ മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.